കാത്തിരിപ്പിനൊടുക്കം, ദിവസങ്ങൾ നീണ്ട തർക്കത്തിനൊടുക്കം വി ഡി സതീശൻ സർക്കാരിലെ മന്ത്രിമാർക്കെല്ലാം വകുപ്പുകളായിരിക്കുന്നു. പ്രധാനപ്പെട്ട ട്വിസ്റ്റ് റവന്യൂ വകുപ്പ് സണ്ണി ജോസഫിന് പകരം AP അനിൽകുമാറിലേക്ക് വന്നു എന്നുള്ളതാണ്. ഒപ്പം വി ഡി സതീശൻ മുഖ്യമന്ത്രിക്ക് പ്രധാനപ്പെട്ട നിരവധി വകുപ്പുകളുണ്ട്. ഫിഷറീസ് വകുപ്പ് ലീഗിന് നൽകുന്നതിൽ കാര്യമായ എതിർപ്പ് ലത്തീൻ സഭയ്ക്കുണ്ടായിരുന്നു. ആ എതിർപ്പൊക്കെ മറികടന്നുകൊണ്ട് ആ വകുപ്പ് ലീഗിലെ ബി അബ്ദുൽ ഗഫൂർ നൽകാനും തീരുമാനമായിരിക്കുന്നു. അപ്പോൾ വകുപ്പ് വിഭജനത്തിന് എത്ര മാർക്കുണ്ട് എന്നതാണ് നമ്മൾ ആദ്യം ചർച്ച ചെയ്യുന്നത്. സാർ, ഇതിനകത്ത് മുഖ്യമന്ത്രിയുടെ വകുപ്പുകൾ നോക്കുമ്പോൾ മുൻകാലങ്ങളിലൊന്നും ഇല്ലാത്ത വിധം ഇപ്പോൾ വി ഡി സതീശൻ 5 വർഷവും അദ്ദേഹം ബജറ്റ് അവതരിപ്പിക്കാൻ പോകുന്നു. അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിയമമുണ്ട്, തുറമുഖമുണ്ട്. അപ്പോൾ കുറെ കൂടി കരുത്തനായൊരു മുഖ്യമന്ത്രി, ഒരു പക്ഷേ ഉമ്മൻചാണ്ടിയേക്കാൾ കരുത്തനായൊരു മുഖ്യമന്ത്രിയെ നമ്മൾ കാണുന്നുണ്ടോ എന്നതാണ് ആദ്യത്തെ ചോദ്യം. പിന്നെ മറ്റു വകുപ്പ് വീതം വെക്കലുകൾ എങ്ങനെ കാണും? തീർച്ചയായിട്ടും മുഖ്യമന്ത്രിക്ക് കൈവശം വയ്ക്കാവുന്ന പരമാവധി കനപ്പെട്ട വകുപ്പുകൾ സതീശൻ കൈവശം വയ്ക്കുന്നുണ്ട് എന്നുള്ളതാണ്. അത് ഈ മന്ത്രിസഭയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് നേടാവുന്ന, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാടുകൾ യാഥാർത്ഥ്യമാക്കാൻ കഴിയുന്ന ഏറ്റവും നല്ല അവസരമാക്കി അതിനെ മാറ്റുക എന്നുള്ളതാണ്. അതിനുള്ള ഒരു വഴി അതിൽ ഉണ്ട്. പ്രത്യേകിച്ച് വെച്ചാൽ എല്ലാ കാര്യങ്ങളും ഇപ്പോൾ പദ്ധതികൾ നടപ്പാക്കുന്നതിനും അല്ലെങ്കിൽ മുന്നോട്ട് വെച്ച വാക്ക് പാലിക്കുന്നതിനുമൊക്കെ പണം ആവശ്യമാണ്. ആ പണം എങ്ങനെ കണ്ടെത്തണം എന്നുള്ളത് അത് വെറുതെ അല്ല. ഇപ്പോൾ ധനമെടുത്ത് കയ്യിൽ വെക്കുക എന്ന് പറയുമ്പോൾ ഒരുപാട് നല്ല കാശുള്ള ഒരു വകുപ്പിൽ അങ്ങ് കയറി അത് ഏറ്റെടുക്കുക എന്നുള്ളതല്ലോ. നയാ പൈസ ഇല്ല എന്ന് പറയുന്ന ഖജനാവിനെ മുൻനിർത്തിയാണ് ധനം ഏറ്റെടുക്കുന്നത്. അത് വലിയൊരു ചലഞ്ചാണ്, വലിയൊരു വെല്ലുവിളിയാണ്. അപ്പോൾ അത് ഏറ്റെടുക്കുന്ന മുഖ്യമന്ത്രി. രണ്ടാമത് എന്ന് പറയുന്നത് ആ ധനം അത് കണ്ടെത്തിയാലും ഇപ്പോൾ നിയമനിർമ്മാണത്തിൻ്റെ വഴിയിൽ നോക്കിക്കഴിഞ്ഞാൽ ഓരോ ബില്ലുകളാവട്ടെ അതുപോലെ മറ്റു കാര്യങ്ങളാവട്ടെ ഏതിനും നിയമപരമായ ഒരു റാറ്റിഫിക്കേഷൻ ആവശ്യമാണ്. അപ്പോൾ അതിൻ്റെ ഒരു ഒപ്പും കൂടി മുഖ്യമന്ത്രിക്ക് നൽകാൻ കഴിയുന്നു. അത് മറ്റുള്ള എന്താ പറയുക, ഈ മന്ത്രിസഭയെ സംബന്ധിച്ച് ഏറ്റവും പ്രതീക്ഷ വയ്ക്കുന്ന ആളിൽ തന്നെ ആ ഉത്തരവാദിത്വം വന്നു ചേരുന്നു എന്നുള്ളതാണ്. പിന്നെ ഒരു കാര്യം എന്ന് വെച്ചാൽ സ്വാഭാവികമായിട്ടും പൊതുഭരണം മുഖ്യമന്ത്രിയുടെ കീഴിൽ തന്നെയാണ്. അതേസമയം തുറമുഖം കൂടി ഏറ്റെടുക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ തുറമുഖങ്ങളെക്കുറിച്ച് ഇപ്പോൾ കേവലം വിഴിഞ്ഞത്തിൻ്റെ മാത്രമല്ല, കേരളത്തിൻ്റെ തുറമുഖ സാധ്യതകളെക്കുറിച്ച് അത് നമ്മുടെ ജലഗതാഗത പാതകൾ, ചരക്ക് ഗതാഗതത്തിന് എങ്ങനെയൊക്കെ യോഗ്യമാക്കാമെന്നതൊക്കെ സംബന്ധിച്ചിട്ടുള്ള പലതരത്തിലുള്ള ആശയങ്ങളൊക്കെ ഉള്ള ഒരാളാണ്. അത് അദ്ദേഹം മുൻകൂട്ടി നേരത്തെ സംസാരിച്ചിട്ടൊക്കെയുണ്ട്. അപ്പോൾ ആ നിലയ്ക്ക് അതും കൂടി ഒരു ഗുണകരമായ കാര്യമാണ്. അത് എന്തുകൊണ്ടും അതിൽ നിന്നും മാറ്റങ്ങൾ വരുത്താൻ KC പക്ഷം ചില ശ്രമങ്ങൾ നടത്തിയെന്ന വാർത്തകളുണ്ടായിരുന്നു. അത് ഫലിക്കാഞ്ഞിട്ടാണോ അതോ ഇനി അങ്ങനെ ഒരു ശ്രമം ഉണ്ടായിട്ടില്ലാഞ്ഞിട്ടാണോ നമുക്കറിയില്ല. നിയമമായിരുന്നു ആവശ്യപ്പെട്ടെന്ന് കേട്ടിരുന്നു. അതെ, നിയമം മറ്റാർക്കെങ്കിലും കൊടുക്കാനുള്ള. പക്ഷെ നിയമം കൊടുത്തു കഴിഞ്ഞാൽ പ്രശ്നമാണ് സൈഫു. കാരണം വെച്ചാൽ അതിൽ ഒരുപാട് കുരുക്കുകളുണ്ട്. അത് നമുക്ക് അതത് സന്ദർഭങ്ങളിൽ മാത്രമേ നമുക്ക് മനസ്സിലാവുള്ളൂ. അപ്പോൾ അങ്ങനെ ഒരു എന്താ പറയുക, ഈ ഗവൺമെന്റിനെ സംബന്ധിച്ച് ഒരു സൽപ്പേര് ഉണ്ടാക്കാൻ കഴിയുന്ന വിധത്തിലുള്ള വകുപ്പുകൾ മുഖ്യമന്ത്രിക്ക് കൈവശം വയ്ക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അതേസമയം തന്നെ ഞാനിതിൽ കണ്ട അത്ഭുതം, നമ്മൾ പറഞ്ഞ പോലെ സണ്ണി ജോസഫും AP അനിൽകുമാറും തമ്മിൽ ഈ വെച്ചുമാറ്റം ഉണ്ടായത് എന്തുകൊണ്ടാണെന്ന് എനിക്ക് സത്യത്തിൽ അത് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ല. AP അനിൽകുമാർ കുറെ കൂടി സ്ട്രോങ് ആയി. കാരണം KC പക്ഷത്തെ സംബന്ധിച്ച് അദ്ദേഹം വളരെ അടുത്ത ഒരു കയ്യാളായിട്ട് AP അനിൽകുമാർ ഇപ്പം മാറിയിട്ടുണ്ട് എന്നൊരു തോന്നലാണുള്ളത്. അതുകൊണ്ട് തന്നെ AP അനിൽകുമാറിൻ്റെ കുറെ കൂടി സ്ട്രോങ് ആയിട്ടുള്ളൊരു വകുപ്പ് വേണമെന്നുള്ളത് KCയുടെ ആവശ്യമായിരുന്നു എന്ന് നമുക്കറിയില്ല. അതേസമയം സണ്ണി ജോസഫ് വൈദ്യുതിയിൽ ഒക്കെ തൃപ്തനായിരിക്കാം, നമുക്കറിയില്ല. അത് ഇവരുടെയൊക്കെ തൃപ്തിക്കും അതൃപ്തിക്കും ഒക്കെ പുറമെ ഇത് എത്ര എഫക്റ്റീവായിട്ട് കൊണ്ടുപോകാൻ കഴിയുന്നു എന്നുള്ളതാണല്ലോ. ഇപ്പോൾ ലീഗിനെ സംബന്ധിച്ച് നമ്മൾ ഇന്നലെ ചർച്ച ചെയ്ത വിഷയമാണ്. ലീഗിന് ഈ ഫിഷറീസ് ഏൽപ്പിക്കാമോ ഇല്ലയോ? എനിക്ക് തോന്നുന്നു കഴിഞ്ഞ ദിവസം K മുരളീധരനും CP ജോണും ചെന്ന് ലത്തീൻ സഭാ നേതാക്കളെ കണ്ടതിൻ്റെ കൂടി പശ്ചാത്തലത്തിൽ ആ പ്രശ്നം ഒരുപക്ഷെ അതിനകത്ത് ഒത്തുതീർപ്പായി കാണണം. അതിൻ്റെ കൂടി അടിസ്ഥാനത്തിലായിരിക്കും തീരുമാനത്തിലേക്ക് വന്നിട്ടുണ്ടാവും. ഇല്ലെങ്കിൽ ഒരുപക്ഷെ അവരുടെ എന്തെങ്കിലും പ്രതികരണം വരേണ്ട ഒരു സമയമായി. അങ്ങനെയൊന്നും വന്നിട്ടില്ല. അപ്പോൾ ലീഗിന് ഒരുപക്ഷെ V അബ്ദുൽ ഗഫൂർ, അദ്ദേഹം പുതുമുഖ മന്ത്രിയാണ്, എന്നാൽ തന്നെയും ആ വിഷയങ്ങൾ കൈകാര്യം ചെയ്യാൻ ആവശ്യമായ ഒരു ബാക്കിംഗ് പാർട്ടിയിൽ നിന്ന് തീർച്ചയായിട്ടും ഉണ്ടാവുമെന്നാണ് പ്രതീക്ഷിക്കേണ്ടത്. പിന്നെ ഈ ലീഗിൻ്റെ മന്ത്രിമാരിൽ കുഞ്ഞാലിക്കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അദ്ദേഹത്തിൻ്റെ ഒരു താങ്ങായിട്ട് നിർത്താവുന്ന ഒരാളും കൂടിയാണ്. ഒരു പുതിയ ആളാണ്, അദ്ദേഹത്തെ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരണം എന്നൊക്കെ ഉണ്ടാവും അദ്ദേഹത്തിന്. അപ്പോൾ അങ്ങനെയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അദ്ദേഹം എന്തായാലും അതൊരു നല്ല വേണ്ടി കുഞ്ഞാലിക്കുട്ടിയാണ്. മാത്രമല്ല ഇതിൽ നമ്മൾ കാണേണ്ടത് ഈ ബേസിക്കലി
മലപ്പുറത്തിന് പുറത്ത് എന്ന് മാത്രമല്ല, ഈ പിന്നെ വടക്കൻ കേരളം വിട്ട് ഒരു മന്ത്രി ഉണ്ടാവുക എന്നുള്ളത് അവരുടെ ഒരു ആവശ്യമായിരുന്നു. അങ്ങനെ കാണുന്നുണ്ട്, അവരുടെ ഒരു പൊളിറ്റിക്കലി അവരതിനെ സെൻസിറ്റീവായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടുകൂടി ആ മന്ത്രിസഭയിൽ ഈ വടക്കൻ കേരളം വിടുമ്പം വടക്കൻ കേരളത്തെ മറന്നുപോയും കൂടി എന്നുള്ള പ്രശ്നം കൂടിയുണ്ട്. കോഴിക്കോട് ഇല്ല, കാസർഗോഡ് ഒരു മന്ത്രി ഇല്ല. എല്ലാ പ്രശ്നവും പരിഹരിക്കാൻ ഒരുമിച്ച് കഴിയില്ലല്ലോ. അതവർ പരിഹാരം മറ്റു ചില നിർദ്ദേശങ്ങൾ അവർ കാണുന്നുണ്ട്. എനിവേ, ഞാൻ വിചാരിക്കുന്നത് ഇപ്പോൾ വകുപ്പ് വിഭജനത്തിൽ അങ്ങനെ ഒരു അസ്വസ്ഥതയോ പ്രശ്നങ്ങളോ ഉണ്ടാകാൻ മാത്രമുള്ള കാര്യങ്ങളൊന്നും സംഭവിച്ചിട്ടില്ല എന്നാണ് എൻ്റെ തോന്നൽ. നൗഫൽ, ഇതിനകത്ത് റവന്യൂവും വൈദ്യുതിയും വെച്ചു മാറി എന്നുള്ളതിൽ വേണമെങ്കിൽ അവർക്ക് ന്യായം പറയാം. കാരണം ഞങ്ങൾ ആരോടും പറഞ്ഞില്ലല്ലോ റവന്യൂ ആദ്യം നൽകിയത് സണ്ണി ജോസഫിനാണ്, അവസാനം വെച്ചു മാറിയതാണ് എന്നുള്ള ന്യായം വേണമെങ്കിൽ പറയാം. അപ്പോൾ എങ്ങനെയായിരിക്കും അവസാനം റവന്യൂ AP അനിൽകുമാറിലേക്ക് എത്തിയത്? ഒപ്പം തന്നെ ഈ സെൻസിറ്റീവായ വകുപ്പുകളൊക്കെ ഉണ്ടല്ലോ, ഇപ്പം വനം വകുപ്പ് കിട്ടിയിരിക്കുന്നത് ഷിബു ബേബി ജോണിനാണ്. അതുപോലെ ഈ സെൻസിറ്റീവായ വകുപ്പുകളുടെയൊക്കെ വിഭജനം, അതിനെ കൂടെ എങ്ങനെ കാണുന്നു? ഇപ്പോൾ റവന്യൂ എന്നുള്ള കാര്യത്തിൽ ഇപ്പോൾ നമ്മളൊക്കെ പറഞ്ഞത് സണ്ണി ജോസഫിൻ്റെ പേരാണ് എന്നത് മാറ്റി നിർത്തി കഴിഞ്ഞാൽ AP അനിൽകുമാറിന് റവന്യൂ വകുപ്പ് കൊടുക്കുന്നതിൽ കുഴപ്പമൊന്നുമില്ല എന്നുള്ളൊരു അഭിപ്രായക്കാരാണ് ഞാൻ. കാരണം AP അനിൽകുമാറിന് മന്ത്രി എന്ന നിലയിലുള്ള പരിചയമുണ്ട്, സണ്ണി ജോസഫിന് അങ്ങനെ ഒരു പരിചയമില്ല. മന്ത്രി എന്ന നിലയിൽ അദ്ദേഹത്തിന് പരിചയം, KPCC പ്രസിഡന്റായിട്ട് തന്നെ അദ്ദേഹത്തിന് കുറച്ച് കാലത്തെ പരിചയമല്ലേ ഉള്ളൂ. അദ്ദേഹം പേരാവൂരിൽ നിന്ന് സ്ഥിരമായി ജയിച്ചു വരുന്ന ഒരു MLA എന്നതിനേക്കാൾ ഉപരി ഇത്തരം കാര്യങ്ങളിൽ എത്രത്തോളം പരിചയമുണ്ട് എന്നുള്ള കാര്യത്തെക്കുറിച്ച് നമുക്ക് വലിയ ധാരണയൊന്നുമില്ല. പാർലമെന്റ് രംഗത്തെ സീനിയോറിറ്റി അനിൽകുമാറിനാണ്. അതെ, അനിൽകുമാറിനാണ്. അപ്പോൾ അനിൽകുമാർ വഹിച്ച മന്ത്രി പദവികളിലൊക്കെ അദ്ദേഹം പിന്നെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കിയിട്ടില്ല, അദ്ദേഹത്തിന് ചീത്തപ്പേരുണ്ടാക്കിയിട്ടില്ല. അപ്പോൾ അത്തരം കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ ഒരു പക്ഷേ ആ കഴിവുകൾ കൂടി പരിഗണിച്ചാകാം ഒരുപക്ഷെ തീരുമാനമെന്ന് ഞാൻ പോസിറ്റീവായിട്ട് അതിനെ കാണാൻ വേണ്ടി ശ്രമിക്കുകയാണ്. പിന്നെ ഈ സെൻസിറ്റീവായ വകുപ്പുകൾ, ഇപ്പോൾ വനവകുപ്പിൻ്റെ കാര്യം, അതിലേറ്റവും തമാശ എന്ന് വെച്ചാൽ എനിക്ക് ആദ്യം നമ്മളിപ്പോൾ ഈ സണ്ണി ജോസഫിനെ പറഞ്ഞതുപോലെ തന്നെ നമ്മൾ കേട്ട ഒരു പേര് ടി സിദ്ദീഖിൻ്റെ പേരായിരുന്നു. ടി സിദ്ദീഖിന് വനംവകുപ്പ് ലഭിക്കുമെന്നായിരുന്നു ആദ്യം പറഞ്ഞു കേട്ടത്. വനംവകുപ്പ് ലഭിച്ചിരുന്നെങ്കിൽ സിദ്ദീഖ് പെട്ടുപോയേനെ. കാരണം വയനാട് പോയി നിന്നിട്ട് മനുഷ്യരെ കൂടെ നിൽക്കണോ മൃഗങ്ങളെ കൂടെ നിൽക്കണോ എന്നുള്ള ആ ഒരു കൺഫ്യൂഷനിൽ സിദ്ദീഖ് പെട്ടുപോയേനെ. കാരണം വനംവകുപ്പ് അദ്ദേഹത്തിന് വല്ലാത്തൊരു മുൾക്കിരീടമായി മാറാൻ സാധ്യതയുണ്ട്. അദ്ദേഹത്തിന് കൃഷിയാണ് ലഭിച്ചത്. വയനാട് MLA എന്നുള്ള നിലയ്ക്ക് അദ്ദേഹത്തിന് അത് കുറച്ചുകൂടി നല്ല വകുപ്പായിട്ട് എനിക്ക് തോന്നുന്നു. പിന്നെ എനിക്ക് പൊതുവായിട്ടാണ് ഈ കാര്യത്തെക്കുറിച്ച് പറയാനുള്ളത്. കാരണം വകുപ്പുകൾ ഏതായാലും മന്ത്രിമാർ ആ വകുപ്പുകൾ എങ്ങനെ കൈകാര്യം ചെയ്യുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇനി ഇപ്പോൾ സാമൂഹ്യ മാധ്യമങ്ങളുടെ കാലമാണ്. അപ്പോൾ എപ്പോഴും ഈ കയ്യടി നേടാനും ആളുകളെ കയ്യിലെടുക്കാനുമുള്ള വെപ്രാളമായിരിക്കും ഇനി സ്വാഭാവികമായും മന്ത്രിമാരുടെ ഭാഗത്തുണ്ടാകുക. റീൽസ് ഒരു ഭാഗത്ത് നടക്കുന്നുണ്ടാവും, അതുപോലെ കയ്യടി നേടാനുള്ള പ്രഖ്യാപനങ്ങളുണ്ടാവും. ഇപ്പോൾ ഉദാഹരണം, ഇപ്പം മന്ത്രി അബ്ദുറഹ്മാൻ മെസ്സിയെ കൊണ്ടുവരാൻ വേണ്ടി ശ്രമിച്ചു. അത് വലിയൊരു കയ്യടി കിട്ടാനും പ്രത്യേകിച്ചും അദ്ദേഹത്തിൻ്റെ നാട്ടിൽ മലപ്പുറത്തും തിരൂരും താനൂരും ഒക്കെ വല്ലാത്തൊരു പിന്തുണ ലഭിക്കാനൊക്കെ ഒരു ലക്ഷ്യമിട്ടായിരിക്കും ഒരുപക്ഷെ മെസ്സി എന്നുള്ള ആ ഒരു വികാരത്തെ അദ്ദേഹം ഉയർത്തിക്കൊണ്ടുവരാൻ ശ്രമിച്ചു. പക്ഷേ അത് നടന്നില്ല. അപ്പോൾ അതുപോലെ നടക്കാത്ത പദ്ധതികൾ പ്രഖ്യാപിച്ചുകൊണ്ട് നടക്കാത്ത കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് റീൽസ് ഇട്ട് അങ്ങനെ സാമൂഹ്യ മാധ്യമങ്ങളിൽ വലിയ പേരുണ്ടാക്കാനൊക്കെ മന്ത്രിമാർ ശ്രമിക്കുന്നുണ്ടെങ്കിൽ അത് വലിയ അബദ്ധമായി മാറും എന്നുള്ളതാണ്. മറ്റൊരു കാര്യം, ഈ നേരത്തെ പിണറായി വിജയൻ അധികാരത്തിൽ വന്നപ്പോൾ പറഞ്ഞപ്പോൾ എൻ്റെ സർക്കാരിൽ അവതാരങ്ങൾ ഉണ്ടാവില്ല, എന്തായാലും അവതാരം എന്നല്ല വാക്ക് ഉണ്ടാവില്ല എന്നുള്ളത്, അത് UDF സർക്കാരിൻ്റെ കാലത്ത് ഒരുപാട് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. മുമ്പ് നമ്മൾ ഒരുപാട് അവതാരങ്ങൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ അത് ഇല്ലാതിരിക്കാൻ വേണ്ടിയുള്ള തുടക്കത്തിൽ തന്നെയുള്ള ശ്രമങ്ങൾ ഒരു ഭാഗത്തും ഉണ്ടായിട്ടില്ല എങ്കിൽ ഈ സർക്കാരിന് വലിയ ചീത്തപ്പേരുണ്ടാക്കാൻ അത് കാരണമാകും. പിന്നെ ഈ പലപ്പോഴും ഉണ്ടാകുന്ന ഈ ഒരു സംഗതി ഉണ്ടല്ലോ, ഈ സ്വന്തം മണ്ഡലത്തെ കേന്ദ്രീകരിച്ചുകൊണ്ടാകുന്ന വികസനം, അത് നമ്മൾ പണ്ട് പിന്നെ ബാലകൃഷ്ണപിള്ളയുടെ കാലത്ത് പിന്നെ മാണി സാറ് കാലത്ത് ഇതൊക്കെ കണ്ടിട്ടുണ്ട്. അവരുടെ മണ്ഡലങ്ങളെ, അവരുടെ ജില്ലകളെ പരമാവധി വികസിപ്പിക്കുക, പ്രൊപ്പോർഷണേറ്റായിട്ട് മറ്റ് ഭാഗങ്ങളിലേക്ക് വികസനം എത്താതിരിക്കുക, പദ്ധതികൾ എത്താതിരിക്കുക എന്നൊരു നയം പലപ്പോഴും മന്ത്രിമാരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകാറുണ്ട്. അതുണ്ടായി കഴിയുമ്പോഴുള്ള പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ അത് കേരളത്തെ മൊത്തത്തിൽ അവർ സത്യപ്രതിജ്ഞയിൽ അവർ പറയുന്ന വാക്കുകൾക്ക് എതിരാണ് സത്യത്തിൽ അത്. കാരണം ഇത് ഈ വികസനം എല്ലായിടത്തും എത്തണം. ഇപ്പം ഈ KSRTCയിലെ കാര്യം തന്നെ പറയുന്നുണ്ട്. KSRTCയിലെ സൗജന്യ യാത്ര അനുവദിക്കുന്നു. സൗജന്യ യാത്ര അനുവദിക്കുമ്പോൾ അതിൻ്റെ ഒരു പ്രൊപ്പോർഷൻ എടുത്ത് നോക്കുക. ഏറ്റവും കൂടുതൽ KSRTC ഉള്ള ജില്ലകൾ തെക്കൻ ജില്ലകളാണ്. ഇങ്ങ് വടക്കോട്ട് വരും പല ജില്ലകളിലും വളരെ തുലവും ഏറ്റവും കുറവ് പിന്നെ KSRTC ബസ്സുകൾ ഓടുന്നത് ഈ വടക്കൻ ജില്ലകൾ, പ്രത്യേകിച്ച് മലപ്പുറം, കോഴിക്കോട് ജില്ലകളിലൊക്കെയാണ്. അപ്പം ഈ സൗജന്യ യാത്ര എന്ന് പറയുന്ന സൗകര്യം കിട്ടുന്നത് ചില ജില്ലകളിലുള്ള ആളുകൾക്ക് മാത്രമാണ്. അത് എന്തുകൊണ്ടാണ് ഈ മറ്റു ജില്ലകളിൽ ഇത്രത്തോളം KSRTC ഡിപ്പോകൾ ഇല്ലാതിരുന്നത്? അത് പണ്ട് ഇതുപോലെ ആരൊക്കെയോ അനുവദിച്ച് അങ്ങനെ സ്വന്തം മണ്ഡലങ്ങൾ, സ്വന്തം ജില്ലകൾ വികസിപ്പിക്കാനുള്ള മന്ത്രിമാരുടെ ശ്രമത്തിൻ്റെ ഭാഗമായാണ് അങ്ങനെ സംഭവിച്ചത്. അങ്ങനെ വികസനത്തിൻ്റെ കാര്യത്തിൽ
സ്വന്തം എന്നുള്ള നിലക്ക് സ്വജനപക്ഷപാതം എന്ന അതിനപ്പുറത്തേക്ക് കാര്യങ്ങൾ പോകേണ്ടതുണ്ട്. അല്ലെങ്കിൽ ഈ മന്ത്രിമാർ അവരുടെ ശരിയായ രീതിയിലല്ല പ്രവർത്തിക്കുന്നത് പറയണം. പിന്നെ നമ്മുടെ ഈ പുതിയ കാലമാണ്, അപ്പോൾ നമ്മുടെ പുതിയ ജൻസികളുടെ കാലമാണ്. പുതിയ ലോകത്തെ ഉൾക്കൊണ്ടുകൊണ്ടുള്ള പദ്ധതികൾ വിഭാവനം ചെയ്യുകയും നടപ്പിലാക്കുകയും ചെയ്യുക എന്നുള്ളതാണ് രാജ്യാന്തര കാഴ്ചപ്പാടുള്ള. പലപ്പോഴും നമ്മുടെ മന്ത്രിമാരൊക്കെ ഇനി വിദേശയാത്രയൊക്കെ പോകുമായിരിക്കും. വിദേശയാത്ര പോകാൻ വേണ്ടി പദ്ധതികൾ ഉണ്ടാക്കുന്ന മന്ത്രിമാരൊക്കെ നമ്മളൊരു കാലത്ത് കണ്ടിട്ടുണ്ട്. അങ്ങനെയൊന്നുമല്ലാതെ വലിയൊരു രാജ്യാന്തര കാഴ്ചപ്പാടോട് കൂടി തന്നെ ഈ സംസ്ഥാനത്തെ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് അവർ ചിന്തിക്കണം. ആ രീതിയിൽ മുന്നോട്ട് പോകണം. ശരി, അജിംസ്, ഈ മന്ത്രിസഭയിൽ കൂടുതൽ തിളങ്ങാൻ സാധ്യതയുള്ളവർ ആരൊക്കെയാണ്? കൂടുതൽ തിളങ്ങാൻ സാധ്യതയുള്ള ആൾ വി ഡി സതീശനാണ്. കാരണം അദ്ദേഹത്തിന് വളരെ നിർണായകമായ വകുപ്പുണ്ട്. ഈ വകുപ്പിൻ്റെ ലിസ്റ്റ് കണ്ടപ്പോൾ കൗതുകം, അതുപോലെ സാഹസികത, ഇതൊക്കെ നമുക്ക് കാണാൻ കഴിയും. ഒന്ന് സാഹസികത എവിടെയാണ്? അതാണ് ഷിബു ബേബി ജോണിൻ്റെ കാര്യം പറഞ്ഞത്. ഒരുപക്ഷെ കടൽ തീരത്ത് കിടക്കുന്ന ഷിബു ബേബി ജോൺ വനം വകുപ്പ് ഏൽപ്പിച്ചത് ഒരുതരം എസ്കേപ്പിസ് ആണോ എന്ന് പോലും സംശയിക്കുന്നുണ്ട്. കാരണം ഇദ്ദേഹം അത് എത്രമാത്രം ആ വിഷയത്തോട് അറ്റാച്ച്ഡ് ആയിരിക്കും. സിദ്ദിഖിനാണെങ്കിൽ സിദ്ദിഖപ്പെട്ടു പോവുകയും ചെയ്യുമായിരുന്നു. വേറെ കാര്യം, വയനാട്ടിൽ അദ്ദേഹം ഇറങ്ങി അദ്ദേഹത്തിൻ്റെ സ്വന്തം മണ്ഡലത്തിൽ തന്നെ കാട്ടാൻ ഇറങ്ങും. അദ്ദേഹം ചെയ്യും. എ കെ ശശീന്ദ്രൻ്റെ ഏറ്റവും അൺപോപ്പുലറായ ഒരു കാര്യം കൂടി അതായിരുന്നു. ഞാൻ കാണുന്നതല്ല. ഇതിലെ ഏറ്റവും രസകരമായ കാര്യം വി ഡി സതീശൻ്റെ വകുപ്പുകളാണ്. ഒന്ന് ഫിനാൻസ്, ധനകാര്യം അദ്ദേഹം കൈകാര്യം ചെയ്യുന്ന ഒരു സാഹസികമായ തീരുമാനമാണ്. പൂച്ച പെറ്റു കിടക്കുന്ന ഖജനാവിൻ്റെ ഉത്തരവാദിത്തമാണ് അത് ഏറ്റെടുക്കുന്നത്. പിന്നെ വളരെ പ്രധാനപ്പെട്ട ഒന്ന് നിയമവകുപ്പാണ്. നിയമവകുപ്പ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ അഡ്വക്കേറ്റ് ജനറൽ ഉൾപ്പെടെ DGP ഉൾപ്പെടെ അത്തരം വക്കീൽമാരുമായിട്ട് കോടതി കേസുകളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നേരിട്ട് മുഖ്യമന്ത്രിയാണ് കൈകാര്യം ചെയ്യുന്നത്. ഒന്ന് അപൂർവത മാത്രമല്ല, അത് കുറേ കൂടി പൊളിറ്റിക്കലായിരിക്കും. പ്രത്യേകിച്ചും നിരവധി പൊളിറ്റിക്കൽ ക്രൈമുകൾ സർക്കാർ തന്നെ ബാധിക്കുന്ന സന്ദർഭമുണ്ട്. മറ്റൊന്ന്, വളരെ നിർണായകമായ ചില കാര്യങ്ങൾ, ചില കേസുകൾ കോടതികളിലുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ട കേസ് ഒരു പക്ഷേ കോൺഗ്രസ്സുകാർ പോലും മറന്നുപോയിട്ടുണ്ടാവും. ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്ത് രാജമാണിക്യം കമ്മീഷൻ ഓർമ്മയുണ്ടാവും. ആ രാജമാണിക്യം കമ്മീഷൻ സംസ്ഥാന സർക്കാരിൻ്റെ ഉടമസ്ഥാവകാശത്തിലുള്ള ഹാരിസൺസ് മലയാളം ലിമിറ്റഡ് എന്ന് പറയുന്ന കമ്പനി കൈവശം വെച്ചുള്ള 1.5 ലക്ഷം ഏക്കർ ഭൂമിയുമായി ബന്ധപ്പെട്ട കേരളത്തിൻ്റെ നിയമ പോരാട്ടമാണ്. ഇപ്പോൾ അത് സിവിൽ കോടതിയിൽ കേസ് നടക്കുകയാണ്. പിണറായി വിജയൻ സർക്കാർ 2016 അധികാരത്തിലെത്തിയപ്പോൾ ആദ്യം ചെയ്ത ആദ്യത്തെ മന്ത്രിസഭാ യോഗങ്ങളിലൊന്നിലെ തീരുമാനമായിരുന്നു അവർക്ക് കര അടയ്ക്കാനുള്ള അനുമതി കൊടുക്കുമായിരുന്നു. അതായത് ഈ ഭൂമി എൻ്റേതാണ് എന്ന് പറഞ്ഞ് സർക്കാർ കേസ് നടത്തുന്ന ഭൂമിക്ക് അവരൊരു കര അടച്ചോളാൻ പറഞ്ഞിട്ട് അനുമതി കൊടുത്തു. പിന്നീട് ഹൈക്കോടതി എന്ത് പറഞ്ഞു, നിങ്ങൾ ഇനിയിപ്പോൾ ഇവിടെ കേസ് വായിക്കേണ്ട, പോയി സിവിൽ കോടതിയിൽ കേസ് വായിക്കാൻ പറഞ്ഞു. അപ്പോൾ അത്തരം നിർണായകമായ കേസുകൾ ഈ സർക്കാർ നടത്താൻ വരികയാണ്. അപ്പോൾ രാഷ്ട്രീയ ഉൾക്കാഴ്ചയോടുകൂടി ചില നിയമ പോരാട്ടങ്ങൾ നടത്താൻ വി ഡി സതീശന് കഴിഞ്ഞു. അതൊക്കെ ഇപ്പോൾ വി ഡി സതീശൻ ഉദ്ദേശിച്ചാണോ അത് ഏറ്റെടുത്തതെന്ന് എനിക്കറിയില്ല. അത് അവർ തന്നെ, കോൺഗ്രസ് തന്നെ മറന്നു വേണ്ടോ എന്ന് എനിക്കറിയില്ല. എന്തായാലും ഗവർണറുമായിട്ട് ബന്ധപ്പെട്ട കുറേ കേസുകളൊക്കെ എന്തായാലും സുശീല ഭട്ട് എന്ന് പറയുന്ന ഒരു ഗവൺമെന്റ് ലീഡറെ സതീശൻ ഓർക്കുന്നുണ്ടാവും. സതീശൻ തന്നെ അവരെക്കുറിച്ച് സംസാരിച്ചിട്ടുണ്ട്, അവരെ ഡിഫെൻഡ് ചെയ്ത് സംസാരിച്ചിട്ടുണ്ട് ആ കാലത്ത്, ഉമ്മൻചാണ്ടിയുടെ കാലത്ത്. അത് സതീശൻ കൂടി ഓർക്കുന്നുണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. അത് മറ്റൊരു പ്രധാനപ്പെട്ട വകുപ്പ് ഈ പൊല്യൂഷൻ കൺട്രോൾ ഇദ്ദേഹത്തിൻ്റെ കീഴിലാട്ടോ വരുന്നു. പൊല്യൂഷൻ കൺട്രോളൊക്കെ വളരെ സെൻസിറ്റീവായിട്ട് വിഷയമാണ്. നമുക്കറിയാം, ഭാവിയിൽ അത് വലിയ വിവാദങ്ങളൊക്കെ ഉണ്ടാകുന്ന വിഷയങ്ങൾ വരുമ്പോൾ മുഖ്യമന്ത്രിയുടെ നിലപാട് അതിൽ വളരെ പ്രധാനമായിരിക്കും. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് പോർട്ട്. ഇപ്പോൾ ഈ തുറമുഖ വകുപ്പ് വി ഡി സതീശൻ ഏറ്റെടുക്കുന്നതിനെക്കുറിച്ച് ചില ഗൂഢാലോചന സിദ്ധാന്തങ്ങൾ പ്രചരിക്കുന്നുണ്ട്. അത് പ്രചരിപ്പിക്കുന്നത് മറ്റേ പക്ഷമാണ്, KC പക്ഷമാണ്. അതായത് അദാനിയുടെ ആള് മംഗലാപുരത്ത് കണ്ടത് വിഴിഞ്ഞം പോർട്ടുമായി ബന്ധപ്പെട്ട് സതീശൻ്റെ മറ്റെന്തോ താല്പര്യങ്ങളാൽ അദ്ദേഹം ഈ തുറമുഖ വകുപ്പ് ഏറ്റെടുക്കുന്നു എന്ന ഒരു നറേറ്റീവ് സൃഷ്ടിക്കാൻ അവർ ശ്രമിക്കുന്നുണ്ട്. പിന്നെ മറ്റൊന്ന് കേരള സ്റ്റേറ്റ് ഇൻലാൻഡ് നാവിഗേഷൻ കോർപ്പറേഷനാണ്. ഉൾനാടൻ ജലഗതാഗതത്തെക്കുറിച്ചും കോസ്റ്റൽ ഷിപ്പിങ്ങിനെ കുറിച്ചും വി ഡി സതീശൻ ധാരാളമായി ഇലക്ഷൻ സമയത്ത് പറഞ്ഞിട്ടുണ്ട്. അതായത് കേരളത്തിലെ ചരക്ക് നീക്കം റോഡുകളിൽ നിന്ന് മാറ്റി കടൽ വഴിയാക്കി കഴിഞ്ഞാൽ, മംഗലാപുരത്ത് നിന്ന് തിരുവനന്തപുരം വരെയുള്ള കടൽ വഴിയാക്കി കഴിഞ്ഞാൽ അത് വലിയ തോതിൽ റോഡിൽ തിരക്ക് കുറയ്ക്കും. നല്ല ആശയമാണ്. പക്ഷേ ഇൻലാൻഡ് നാവിഗേഷനും കോസ്റ്റൽ ഷിപ്പിങ്ങും സതീശൻ്റെ ആശയമല്ല ശരിക്കും. അത് VSൻ്റെ കാലം മുതൽ തന്നെ അതിനൊരു ഓഫീസൊക്കെ ഓഫീസുണ്ട്, ഒന്നും നടന്നിട്ടില്ല. ഒരു കനാൽ പദ്ധതി ഓർക്കുന്നുണ്ടോ? പിണറായി വിജയൻ സർക്കാർ, ഒന്നാം പിണറായി വിജയൻ സർക്കാരിൻ്റെ കാലത്ത് തുടങ്ങുകയും ഇടയ്ക്കൊക്കെ മുടങ്ങി പോവുകയും ചെയ്തതാണ്. കോടിക്കണക്കിന് രൂപ അതിനൊക്കെ വേണ്ടി ചെലവഴിച്ചിരുന്നു. ആ കനാലിലൂടെ എന്തെങ്കിലും ഓടുന്നുണ്ടോ, ആ കനാൽ ഇപ്പോൾ ഉണ്ടോ എന്നൊന്നും നമുക്കറിയില്ല. ഒരു വലിയ ഉദ്യോഗസ്ഥൻ അതിനുവേണ്ടി നിയമിക്കുകയും ചെയ്തിട്ടുണ്ട് ഈ പദ്ധതിക്ക് വേണ്ടി മാത്രമേ. അപ്പോൾ ഇതൊക്കെയാണ്. അപ്പോൾ ഇതൊക്കെ നടപ്പാക്കാൻ വേണ്ടിയായിരുന്നല്ലോ സതീശൻ പറയുന്നത്, ജനാഭിലാഷം നടപ്പാക്കുമെന്നൊക്കെയാണല്ലോ പറയുന്നത്. അതൊക്കെ നടപ്പാവുമെന്ന് അറിയണം. അതുകൊണ്ട് ഈ വളരെ പ്രധാനപ്പെട്ട വകുപ്പുകൾ വി ഡി സതീശൻ ഏറ്റെടുക്കുമ്പോൾ അത്രയും ഉത്തരവാദിത്തത്തിൻ്റെ ഭാരവും സാഹസികതയും അത് ഇതിന് മേൽ കൂടുകയാണ്. രമേശ് ചെന്നിത്തല പ്രതീക്ഷിച്ചതുപോലെ തന്നെ ആഭ്യന്തര വകുപ്പാണ്, അതിൻ്റെ കൂടെ കയറും കൂടിയുണ്ട്. മറ്റേ സണ്ണി ജോസഫ് ഈ വൈദ്യുതി വകുപ്പ് എന്ന് പറയുമ്പോൾ വൈദ്യുതി വകുപ്പിൻ്റെ കൂടാതെ എൻവയോൺമെൻറ്റ്, പരിസ്ഥിതി വകുപ്പ് അദ്ദേഹത്തിൻ്റെ കീഴിലുണ്ട്. പരിസ്ഥിതിയും പൊല്യൂഷൻ കൺട്രോളും സാധാരണ ഒരാളാണ് കൈവശം വയ്ക്കാറുള്ളത്. ഇപ്പോൾ 2ആയിട്ടാണ് കൊടുത്തിട്ടുള്ളത്. ഇതിൽ ഈ വൈദ്യുതി വകുപ്പിനെ സംബന്ധിച്ച് വൈദ്യുതി വകുപ്പിൽ യഥാർത്ഥത്തിൽ വൈദ്യുതി വകുപ്പിൽ രാഷ്ട്രീയ തീരുമാനങ്ങൾക്കോ ഒരു മന്ത്രിക്കോ ഒന്നും കാര്യമായ റോളില്ല. കാരണം നമ്മളിവിടെ ഉൽപ്പാദനം കുറവാണ്. 20% ഉൽപ്പാദിപ്പിക്കുന്നത്, 80% വൈദ്യുതി വാങ്ങുകയാണ്. അപ്പോൾ വൈദ്യുതി വാങ്ങുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അത് വൈദ്യുതി വാങ്ങൽ, പവർ പർച്ചേസ് എഗ്രിമെൻ്റ് ഉണ്ടാക്കുക എന്നുള്ളതാണ്. അതിലാണ് ഒരു പൊളിറ്റിക്കൽ ഡിസിഷൻ ഉണ്ടാവുക. അതിനപ്പുറം മന്ത്രിക്ക് കാര്യമായ റോളില്ലാത്തൊരു വകുപ്പാണത്. മറ്റൊന്ന് മുരളീധരൻ്റെ ആരോഗ്യവകുപ്പാണ്. ആരോഗ്യവകുപ്പ് നമുക്കറിയാം ഏറ്റവും വിവാദമാക്കിയ, UDF ഏറ്റവും വിവാദമാക്കിയ വകുപ്പുകളൊന്നാണ്. ആ വകുപ്പാണ് കെ മുരളീധരൻ ഏറ്റെടുക്കുന്നത്. അപ്പോൾ കെ മുരളീധരൻ്റെ തന്നെ പഴയ നിലപാടുകൾ ഇപ്പോൾ ഫ്ലോട്ട് ചെയ്ത് വരുന്നുണ്ട്. കോവിഡ് സമയത്ത്
ഈ കേരളത്തെ ചൂടുള്ളപ്പോൾ കൊറോണ ചത്തുപോകും എന്നൊക്കെ അദ്ദേഹം പറഞ്ഞിട്ടുള്ള മണ്ടത്തരങ്ങളൊക്കെ പറഞ്ഞിട്ടുള്ള സാധനങ്ങൾ ഇപ്പോൾ ഫ്ലോട്ട് ചെയ്യുന്നുണ്ട്. പക്ഷേ അദ്ദേഹം കുറെ കൂടി അഡ്മിനിസ്ട്രേറ്റീവ് സ്കില്ലുള്ള ഒരാളായതുകൊണ്ട് ആ വകുപ്പ് കുറച്ചുകൂടി നന്നാക്കാൻ കഴിയുമായിരിക്കും എന്ന് പ്രതീക്ഷിക്കാം. ദേവസ്വം ബോർഡും അദ്ദേഹത്തിൻ്റെ കീഴിലാണ്. ശബരിമലയൊക്കെ ഓർമ്മ വേണം, ശബരിമലയൊക്കെ ഇനി വീണ്ടും വാർത്തയാവാൻ പോവാണ് വരും ദിവസങ്ങളിൽ. കെ.പി. അനിൽകുമാറിന് ലാൻഡ് റവന്യൂ, സാധാരണ രീതിയിൽ ലാൻഡ് റവന്യൂ വകുപ്പ് ഒരു പട്ടികജാതി സംവരണ മണ്ഡലത്തിൽ ജയിച്ചു വന്ന ഒരു MLA കൊടുക്കുന്നു, മന്ത്രി സ്ഥാനത്ത് വരുന്നു, വളരെ വളരെ അപൂർവമാണ്. ഉണ്ടായിട്ടുണ്ട്, പക്ഷേ ഈ സമീപകാലത്ത് പ്രത്യേകിച്ചും കോൺഗ്രസിൽ വളരെ അപൂർവമാണ് എന്നുള്ളത് ശ്രദ്ധേയമാണ്. കാരണം ആ വകുപ്പ് ചില സമുദായങ്ങൾക്ക് കുത്തകയാക്കി വെച്ചിരിക്കുകയായിരുന്നു ഒരു കാലത്ത്. അത് കുടിയേറ്റക്കാരുമായി ബന്ധപ്പെട്ട സമുദായങ്ങളുടേതാണ് എന്നൊരു പ്രതീതി കേരളത്തിലുണ്ടായിരുന്നു. LDF വരും അങ്ങനെ ഇല്ല കേട്ടോ, പക്ഷേ UDF അങ്ങനെ ഉണ്ടായിരുന്നു. അതിൽ മാറ്റം വരുന്നത് നല്ലൊരു സൂചനയാണ്. മറ്റൊന്ന് PC വിഷ്ണുനാഥിൻ്റെ ടൂറിസം സാംസ്കാരികമാണ്. PC വിഷ്ണുനാഥിന് വളരെ കൂളായിട്ട് വളരെ റിലാക്സ് ആയിട്ട് ഭരിക്കാൻ കഴിയുന്ന 2 വകുപ്പുകളാണത്. അദ്ദേഹത്തിൻ്റെ സ്വഭാവം പോലെ തന്നെ കൂളായിട്ട് ചെയ്യാൻ കഴിയുന്നുണ്ട്. പക്ഷേ M. ലിജുവിൻ്റെതാണ് കുറേ കൂടി ഗൗരവമുള്ള 2 വകുപ്പുകൾ. ഒന്ന് എക്സൈസും മറ്റൊന്ന് സഹകരണവും. രണ്ട് വകുപ്പുകളും വളരെ കാര്യമായ വർക്ക് വരുന്ന 2 വകുപ്പുകൾ ഒന്നിച്ചു ലിജുവിനെ ലിജുവിന് കഴിയും. അതുകൊണ്ടാണ് ലിജുവിലുള്ള പ്രതീക്ഷയും തുടക്കക്കാരനുള്ളതല്ല, അദ്ദേഹത്തിന്റെ ഒരു സ്കില്ലും എബിലിറ്റിയെ കണ്ടിട്ട് തന്നെ കൊടുത്താവാനാണ് സാധ്യത. കാരണം പാർട്ടി തന്നെ അദ്ദേഹം സംഘടനാ ചുമതലയുള്ള KPC സെക്രട്ടറി ആയിരുന്നു. അതുകൊണ്ട് അദ്ദേഹത്തിന് അത് പറ്റുമായിരിക്കും, ഒരു ഓർഗനൈസേഷൻ സ്കില്ലുണ്ടാവും. മറ്റൊരു പ്രധാനപ്പെട്ട വകുപ്പാണ് റോജി M. ജോൺ കൈവശം വയ്ക്കുന്ന ഉന്നത വിദ്യാഭ്യാസ വകുപ്പ്. വരാൻ പോകുന്ന 5 വർഷം ഗവർണറും സർക്കാരും തമ്മിൽ ഏറ്റുമുട്ടുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു വകുപ്പാണത്. ആ വകുപ്പ് റോജിയെ പോലുള്ള ഒരാളെ നിർബന്ധിച്ചേൽപ്പിച്ചതാവാനാണ് സാധ്യത. മറ്റൊന്ന്, ഈ UDF സർക്കാരിൻ്റെ ഒരു പോളിസി പ്രകാരം VD സതീശൻ തന്നെ പലവട്ടം പറഞ്ഞതുപോലെ ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ മാറ്റം കൊണ്ടുവന്നുകൊണ്ട് ചെറുപ്പക്കാർക്ക് ഇവിടെ തൊഴിൽ ലഭിക്കുന്ന രീതിയിൽ അതിനെ മാറ്റിയെടുക്കുമെന്ന് അവരുടെ വാഗ്ദാനമാണ്. അത് വാഗ്ദാനം നടപ്പാക്കാനുള്ള ചുമതലയാണ് റോജിക്കുള്ളത്. T. സിദ്ദീഖിൻ്റെ കൃഷി വകുപ്പാണ്. അത് കൃഷി വകുപ്പിനെ പറ്റി പ്രത്യേകിച്ച് എനിക്ക് തോന്നുന്നു വനം വകുപ്പ് ഒഴിഞ്ഞിട്ട് എനിക്ക് ഏതെങ്കിലും വകുപ്പ് തന്നാൽ മതി എന്ന് സിദ്ദീഖ് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ കിട്ടിയതാണെന്ന് നമുക്കറിയില്ല. പക്ഷേ അത് അദ്ദേഹത്തിന് നന്നായിട്ട് ചെയ്യാൻ കഴിയട്ടെ. പ്രത്യേകിച്ചും വയനാട് പോലുള്ള ഒരു ജില്ലയെ പ്രതിനിധീകരിക്കുന്ന ഒരു മന്ത്രി എന്ന നിലയ്ക്ക്. K. തുളസി ഡെവലപ്മെൻറ്റ് ഓഫ് ഷെഡ്യൂൾ കാസ്റ്റ് പട്ടികജാതി വികസന വകുപ്പാണ്. അതിലും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. കഴിഞ്ഞ ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്ത് പട്ടികജാതി വികസന കോർപ്പസ് ഫണ്ടിൽ നിന്നുള്ള പണം എടുത്തിട്ടാണ് പാലക്കാട് മെഡിക്കൽ കോളേജ് സ്ഥാപിച്ചത്. അപ്പോൾ എല്ലാവരും വിചാരിക്കും പാലക്കാട് മെഡിക്കൽ കോളേജ് പട്ടികജാതി വകുപ്പിന് കീഴിലാണല്ലോ, നല്ല കാര്യമല്ലേ നോക്കും. പക്ഷെ അങ്ങനെയല്ല. ആ ഫണ്ട് യഥാർത്ഥത്തിൽ പട്ടികജാതി ക്ഷേമത്തിന് വേണ്ടി ഉപയോഗിക്കേണ്ട ഫണ്ടാണ്. അതെടുത്തിട്ട് മെഡിക്കൽ കോളേജ് ഉണ്ടാക്കിയതാണ് ഉമ്മൻചാണ്ടി. അപ്പോൾ അത്തരം പ്രശ്നങ്ങളും മണ്ടത്തരങ്ങളൊന്നും ഇത്തവണ ഉണ്ടാവില്ല എന്ന് പ്രതീക്ഷിക്കുന്നു. ബിന്ദു കൃഷ്ണ തൊഴിൽ വകുപ്പാണ്, മികച്ച വകുപ്പാണ്. മറ്റൊന്ന് OJ ജനീഷ് സ്പോർട്സ്. നേരത്തെ പറഞ്ഞതുപോലെ മെസ്സിയെ കൊണ്ടുവരുമോ ഇല്ലേ അങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് ഈ വകുപ്പ് പോകാതെ സീരിയസ് ആയി നമ്മൾ തന്നെ ഒരു പരമ്പര ചെയ്തിരുന്നു കേരളത്തിലെ സ്റ്റേഡിയങ്ങളുടെ അവസ്ഥയെക്കുറിച്ച്. പിന്നെ ഉള്ളത് PK കുഞ്ഞാലിക്കുട്ടിയാണ്. അദ്ദേഹത്തിന് പരമ്പരാഗതമായി കിട്ടിക്കൊണ്ടിരുന്ന വ്യവസായ വകുപ്പുണ്ട്. കൂടാതെ വളരെ പ്രധാനപ്പെട്ട ഒരു വകുപ്പാണ് മൈനിങ് ആൻഡ് ജിയോളജി. മൈനിങ് ആൻഡ് ജിയോളജി ഒരു ഖനിയാണ്, ഖനനം നടക്കുന്ന ഒരു വകുപ്പാണ് എന്നുള്ളൂടി. എൻ ഷംസുദ്ദീന്റെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് വകുപ്പ് ഉണ്ട് കേട്ടോ. എൻ ഷംസുദ്ദീന്റെ പൊതുവിദ്യാഭ്യാസ വകുപ്പ്, അതിനോടൊപ്പം മൈനോറിറ്റി വെൽഫെയർ ഉണ്ട്. KM ഷാജിക്കാണ് വളരെ രസകരമായ ഒരു വകുപ്പ് കിട്ടിയത്. തദ്ദേശ വകുപ്പ് എന്ന് വെച്ചാൽ ഇനി പട്ടിയെ പിടിക്കേണ്ട ചുമതല അദ്ദേഹത്തിനാണ്. സുപ്രീം കോടതി പറഞ്ഞു പട്ടിയെ കൊല്ലാൻ പറഞ്ഞേക്കാണ്. എല്ലാ ജില്ലകളിലും ഷെൽട്ടർ ഹോമുകൾ സ്ഥാപിക്കണം. അതൊക്കെ ഷാജി സ്ഥാപിച്ചേ പറ്റൂ. PK ബഷീറാണ്, അടിപൊളിയായിരിക്കും. അതുപോലെ ഗഫൂറിൻ്റെത് ഫിഷറീസ്, മോൻസ് ജോസഫിൻ്റെത് സാധാരണ പരമ്പരാഗതമായി അവർക്ക് കിട്ടാനുള്ള ജലസേചന വകുപ്പാണ്. കേരള കോൺഗ്രസ് കിട്ടുന്നത്. അനൂപ് ജേക്കബിനും പരമ്പരാഗതമായി കിട്ടുന്ന വകുപ്പാണ്. ഷിബു ബേബി ജോണ്ട് വനം വകുപ്പാണ്. CP ജോണ്ട് റോഡ് ട്രാൻസ്പോർട്ടാണ്. CP ജോണ്ട് യഥാർത്ഥത്തിൽ ഫിനാൻസ് മിനിസ്റ്റർ ആവുന്നൊക്കെയാണ് നമ്മൾ നേരത്തെ പ്രതീക്ഷിച്ചത്. കാരണം അദ്ദേഹത്തിൻ്റെ ഒരു എക്സ്പെർട്ടൈസ് അവിടെയാണ്. പക്ഷെ അത് സതീശൻ തന്നെ എടുത്തതിന് പിന്നിൽ രാഷ്ട്രീയമായ ലക്ഷ്യങ്ങളുണ്ടെന്നാണ് ഞാൻ കരുതുന്നത്. അല്ലെങ്കിൽ ഒരു ധനവകുപ്പ് പോലുള്ള ഒരു പ്രധാനപ്പെട്ട വകുപ്പ് കോൺഗ്രസ് തന്നെ കയ്യിൽ വരും. തീർച്ചയായും. അപ്പോൾ കുറേ അധികം കൗതുകങ്ങളുണ്ട്. എന്ന് വെച്ചാൽ VD സതീശൻ മുഖ്യമന്ത്രി തന്നെ ബജറ്റ് അവതരിപ്പിക്കാൻ പോകുന്നു അല്ലേ. 2ാം പിണറായി സർക്കാരിന്റെ അതിവേഗ റെയിൽ പദ്ധതിക്ക് VD സതീശൻ സർക്കാർ അതിവേഗം പൂട്ടിട്ടിരിക്കുന്നു. സിൽവർ ലൈൻ പദ്ധതിയുടെ മഞ്ഞക്കുറ്റികൾ പിഴുതെറിയുന്ന കാഴ്ചയാണ് ഇന്ന് കേരളത്തിലുടനീളം കണ്ടതൊപ്പം സമരസമിതിയുടെ ആഹ്ലാദ പ്രകടനമൊക്കെ കണ്ടു. അജിംസ്, അന്ന് എതിർത്തത് കൊണ്ട് ഇന്ന് റദ്ദാക്കുന്നു എന്നതിനപ്പുറത്തേക്ക് അതിൻ്റെ പ്രായോഗികതയും അതിൻ്റെ പ്രയാസങ്ങളും ഒക്കെ മനസ്സിലാക്കി ചിന്തിച്ചെടുത്ത തീരുമാനമാണെന്ന് കരുതുന്നുണ്ട്. ഞാൻ വ്യക്തിപരമായി വിശ്വസിക്കുന്നത്, എനിക്ക് എൻ്റെ തെളിവുകളൊന്നുമില്ല, ഞാൻ വിശ്വസിക്കുന്നത് ഈ സിൽവർ ലൈൻ പദ്ധതിയെ UDF എതിർക്കാനുള്ള കാരണം അതിൻ്റെ പാരിസ്ഥിതിക നാശമോ അതിൻ്റെ ഫീസിബിലിറ്റി ഒന്നുമല്ല എന്നാണ്. ആ പദ്ധതി എങ്ങാനും ഓണായി കഴിഞ്ഞിരുന്നെങ്കിൽ, LDF സർക്കാരിൻ്റെ കയ്യിൽ ഓണായി കഴിഞ്ഞിരുന്നെങ്കിൽ ആ സർക്കാരിന് ലഭിക്കാൻ സാധ്യതയുള്ള കമ്മീഷൻ തടയുക എന്നുള്ളതായിരുന്നു UDFിൻ്റെ ലക്ഷ്യം. അതിൻ്റെ ഒരു ഉദാഹരണമാണെന്ന് പറഞ്ഞത് ഞങ്ങൾ അതിവേഗ കോറിഡോർ കൊണ്ടുവരുന്നു. ഇത് രണ്ടും തമ്മിൽ എന്താ വ്യത്യാസം? സിൽവർ ലൈനും UDF കൊണ്ടുവരാൻ പോകുന്ന അതിവേഗ കോറിഡോർ ആകാശത്തോടെ ഉണ്ടാകുമോ? ഭൂമിയിൽ തന്നെ ഉണ്ടാകണം. ഇനി അതല്ല, തൂണിൻ്റെ മുകളിലൂടെ ആണ് എലിവേറ്റഡ് രീതിയിലാണ് ഉണ്ടാക്കുന്നതെങ്കിൽ പോലും വലിയ ചിലവ് വരും. ഭൂമി ഏറ്റെടുക്കുന്ന പോലെ തന്നെ ചിലവ്, ഭൂമി ഏറ്റെടുക്കുന്ന അത്ര വരില്ലെങ്കിൽ അതിന് ചിലവുണ്ടാവും. അപ്പോൾ ആ പദ്ധതിയെ എതിർക്കുന്നത് രാഷ്ട്രീയമായാണ്, അല്ലാണ്ട് അതിൻ്റെ സാങ്കേതിക പ്രശ്നങ്ങളോ പാരിസ്ഥിതിക പ്രശ്നങ്ങളോ വിചാരിച്ചാണ് UDF എതിർക്കുന്നത് ഞാൻ വിശ്വസിക്കുന്നില്ല. അതിൻ്റെ കാരണം ഇത്
ഒന്നാലോചിച്ചു UDF-ന്റെ തന്നെ എന്താണ് ഇതായിരുന്നു, ആശയമായിരുന്നു എക്സ്പ്രസ് ഹൈവേ മുനീർ കൊണ്ടുവന്നത്. എക്സ്പ്രസ് കൊണ്ടുവന്നപ്പോൾ കേരളം രണ്ടായി പിളർന്നു. അതിനനുകൂലിച്ചും എതിർത്തും. അന്ന് CPM ഉൾപ്പെടെ അതിനെ എതിർത്തതാണ്. അതിൻ്റെ കാരണം ഇത് തന്നെയാണ്. വലിയ ചെലവ് വരുന്ന, വലിയ പരിസ്ഥിതി നാശം വരുന്ന ഒരു പദ്ധതിയാണ്. പരിഷത്ത് ഉൾപ്പെടെയുള്ളവർ അതിനെ എതിർത്തിരുന്നു. ഏതാണ്ട് സമാന സ്വഭാവമാണ് സിൽവർ ലൈൻ ഉണ്ടായിരുന്നത്. വലിയ തോതിൽ ഭൂമി ഏറ്റെടുക്കേണ്ടി വരുന്നു, നിരവധി പേരെ കുടിയൊഴിപ്പിക്കേണ്ടി വരുന്നു, അതുണ്ടാകുന്ന പരിസ്ഥിതി നാശമൊക്കെയാണ്. ഈ പരിസ്ഥിതി നാശം കുറച്ച് ഒരു അതിവേഗ റെയിൽപാത എന്നുള്ളത് പലതരം പ്രപ്പോസൽ ഇപ്പോൾ കേന്ദ്ര സർക്കാരിന് മുമ്പിലുണ്ട്. കേന്ദ്ര സർക്കാരിൻ്റെ മുമ്പിലുണ്ടെന്ന് പറയാൻ കാരണം ഇപ്പോൾ നിലവിലുള്ള പാതയ്ക്ക് സമാന്തരമായി തന്നെ റെയിൽവേയുടെ ഭൂമി ഉപയോഗപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു പ്രപ്പോസൽ മുമ്പിലുണ്ട്. ഈ സിൽവർ ലൈനിൻ്റെ പ്രശ്നം എന്ന് വെച്ചാൽ സിൽവർ ലൈൻ ഈ പറഞ്ഞ നിലനിൽക്കുന്ന എക്സിസ്റ്റിംഗ് ലൈനുമായി ഒരുപാട് അകലത്തിലാണ്, ജനവാസ മേഖലയിലൂടെയാണ്, നഗരങ്ങളിലൂടെയൊക്കെയാണ് പോകുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ഇതിൽ ഏതാണ് വയബിൾ ആയിട്ടുള്ളത്, ഏതാണ് ഫീസിബിൾ ആയിട്ടുള്ളത്, ഏതാണ് കോസ്റ്റ് എഫക്റ്റീവ് ആയിട്ടുള്ളത്, ഇങ്ങനെയുള്ള പലതരം കാര്യങ്ങൾ പരിഗണിച്ചുകൊണ്ടായിരിക്കും ഇവർ ഇപ്പോൾ അതിവേഗ കോറിഡോർ എന്ന് പറയുന്നത്. അത് യാഥാർത്ഥ്യമാക്കാൻ ഒരുപക്ഷെ സാധ്യതയുണ്ട്. കാരണം ഇത്തരം വലിയ പ്രൊജക്റ്റുകൾ, ഗ്രാൻഡ് പ്രൊജക്റ്റുകളൊക്കെ എപ്പോഴും UDF-ന്റെ ഒരു ട്രേഡ് മാർക്കാണ്. ഉദാഹരണത്തിന് കൊച്ചി മെട്രോ ഉൾപ്പെടെ, വിഴിഞ്ഞം പോർട്ട്, വല്ലാർപാടമൊക്കെ ഉൾപ്പെടെ UDF സർക്കാരിൻ്റെ കാലത്ത് കൊണ്ടുവന്നതാണ്. അപ്പോൾ സതീശൻ്റെ പ്ലാൻ എന്താണ് എന്നതിനെക്കുറിച്ച് നമുക്കറിയണം. അതിലൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ വകുപ്പ് വിഭജനത്തിൽ റെയിൽവേയുടെ ചുമതല ആർക്കാണെന്ന് അറിയില്ല. ഈ KRail എന്ന് പറയുന്ന കോർപ്പറേഷൻ, KRail പിരിച്ചുവിട്ടിട്ടില്ലല്ലോ, സിൽവർ ലൈനാണ് റദ്ദാക്കിയിട്ടുള്ളൂ. KRail ആരുടെ കീഴിലാണ് വരുന്നതിലുണ്ടോ, വകുപ്പ് വിഭജനത്തിലുണ്ടോ? ഇല്ല, കണ്ടില്ല, അത് കണ്ടിട്ടില്ല. അപ്പോൾ അതാരാണത് ആ വകുപ്പ് ഭരിക്കുക എന്ന് നമുക്കറിയില്ല. എന്തായാലും കേരളത്തിൽ റെയിൽവേ വികസനം അനിവാര്യമാണ്. നിലവിൽ തന്നെ ഈ പാത സ്ട്രൈറ്റൻ ചെയ്യാനുള്ള പണികൾ തുടങ്ങിയിട്ടുണ്ട്. അത് പൂർത്തിയാക്കുമെന്ന് റെയിൽവേ മന്ത്രാലയം പറഞ്ഞിട്ടുണ്ട്. അതുകൂടാതെ എന്താണ് പറയുക, ഒരു ഹൈസ്പീഡ് ട്രാൻസിഷൻ കേരളത്തിന് അനിവാര്യമാണ്. കാരണം കേരളത്തിൻ്റെ ഭൂപ്രകൃതി അങ്ങനെയാണ്. ഒരു നാട പോലെ, ഒരു ഷൂലേസ് പോലെ കിടക്കുകയാണ്, ഒരറ്റം പോലെ മറ്റൊരു അറ്റം വരെ. അപ്പോൾ ഹൈവേ പണി പൂർത്തിയായിട്ടുണ്ട്. നമ്മുടെ റെയിൽ സംവിധാനത്തിൻ്റെ പോരായ്മകൾ നമുക്കറിയാം. അപ്പോൾ നിലനിൽക്കുന്ന പാത നേരെയാക്കി വന്ദേ ഭാരത് പോലുള്ള കൂടുതൽ ട്രെയിനുകൾ കൊണ്ടുവന്ന് വേഗതയിൽ ഓടിക്കാൻ കഴിയുമോ? അതാണോ മാർഗം? സമാന്തര പാത ഈ നിലനിൽക്കുന്ന എക്സിസ്റ്റിംഗ് പാതയ്ക്ക് ഒപ്പം ഉണ്ടാക്കുകയാണോ? അതല്ല ഈ സിൽവർ ലൈനിൻ്റെ മാതൃകയിൽ തന്നെ ഇപ്പോൾ ഇതുപോലെ ഭൂമി എടുക്കാനാണോ നിലപാടെന്ന് നമുക്കറിയില്ല, വ്യക്തതയില്ല. അവർ ഒന്നും പ്രഖ്യാപിച്ചിട്ടില്ല. പക്ഷേ അവർ കൂടി ആഗ്രഹിക്കുന്ന ഒന്നാണ്, UDF കൂടി ആഗ്രഹിക്കുന്ന ഒന്നാണ് ഒരു അതിവേഗ പാത എന്ന കാര്യത്തിൽ തർക്കമില്ല. അതുകൊണ്ടാണ് അതിൻ്റെ ഒപ്പം തന്നെ പറഞ്ഞത് ഞങ്ങൾ അതിവേഗ ഇടനാഴി ഉണ്ടാക്കുമെന്ന് പ്രഖ്യാപിച്ചത്. ശരി സാർ, മഞ്ഞക്കുറ്റി ഏതായാലും ഓർമ്മയായി. പുതിയ കുറ്റികൾ സാധ്യമാണോ കേരളത്തിൻ്റെ? അല്ല, ഇതിൽ ഇപ്പോൾ സിൽവർ ലൈൻ എന്നത് ഒരു എതിർക്കപ്പെട്ടത് കേവലം ഒരു പ്രതിപക്ഷത്തിൻ്റെ ഭാഗത്തു നിന്ന് മാത്രമല്ല, അതിലുപരിയായിട്ട് ഇപ്പോൾ ശാസ്ത്ര സാഹിത്യ പരിഷത്ത് പോലുള്ള സംഘടനകൾ ഉൾപ്പെടെ എതിർത്തതിൻ്റെ സ്പെസിഫിക് ആയിട്ടുള്ള കാരണങ്ങളുണ്ടായിരുന്നു. ഒന്നാമത് അത് മീറ്റർ ഗേജ് ആണ് എന്നുള്ളതാണ്. ബ്രോഡ് ഗേജ് നമ്മുടെ മറ്റെല്ലാ റെയിൽവേ ഇതും ബ്രോഡ് ഗേജിലാവുമ്പോൾ അതുമായിട്ട് ഇൻ്റർ കണക്ട് ചെയ്യാൻ കഴിയാത്ത വിധത്തിലുള്ള ഒരു പദ്ധതി ഒരിക്കലും കേരളത്തിന് ഒട്ടും യോജിച്ചതല്ല എന്നുള്ളത്. ഇപ്പം ഞാനതിൽ കണ്ട ഏറ്റവും സീരിയസ് ആയിട്ടുള്ള ചില ഒബ്സർവേഷൻസും ക്രിറ്റിക്സും ഒക്കെ വായിച്ചത് RVG മേനോൻ്റെ റൈറ്റപ്സ് എന്നാണ്. അത് വളരെ അതുകൊണ്ടാണ്, അപ്പോഴാണ് നമുക്കത് അതിൻ്റെ അപകടങ്ങളൊക്കെ പലതും. ഈ മാത്രമല്ല, ഇന്ന് സതീശൻ അതിൽ എടുത്തു പറഞ്ഞു. ഇപ്പോൾ അജിംസ് പറഞ്ഞല്ലോ, അവർ കൊണ്ടുവരാൻ പോകുന്ന സ്പീഡ് കോറിഡോർ അതെങ്ങനെയായിരിക്കും എന്നുള്ളത് നമുക്കറിയില്ല. പക്ഷേ ഇതിൽ പ്രധാനമായിട്ട് ഈ എംബാങ്ക്മെൻ്റാണ് 300 കിലോമീറ്ററോളം ദൂരത്തിൽ ഉള്ള. അതാണ് കേരളത്തിൻ്റെ പരിസ്ഥിതിക്ക് ഒരിക്കലും യോജിക്കാത്ത. കാരണം ഇങ്ങനെ ഒരു കുറച്ച് കിഴക്കാൻ തൂക്കായി നിൽക്കുന്ന നമ്മുടെ പ്രകൃതി, നമ്മുടെ ഈ ഒരു ടോപ്പോഗ്രഫിയെ സംബന്ധിച്ചിടത്തോളം ഒട്ടും അത് യോജിച്ചതല്ല എന്നുള്ളതാണ്. എനിവേ, ഇവർ കൊണ്ടുവരാൻ പോകുന്ന സാധനത്തിന് ഒരു മാതൃക എന്നുള്ള നിലയിലാണോ ഇപ്പോൾ നമ്മുടെ ഈ ശ്രീധരൻ തന്നെ മുന്നോട്ട് വെച്ചിട്ടുള്ള മറ്റൊരു പദ്ധതി ഉണ്ടല്ലോ, അതിപ്പോൾ കേന്ദ്രത്തിന് കഴിഞ്ഞ സർക്കാർ തന്നെ അതിനകത്ത് പേരെന്തായാലും ഞങ്ങൾക്ക് വിരോധമില്ല, വേണം എന്നുള്ള നിലപാടോടുകൂടി അതിൻ്റെ കൂടെ നിന്നിട്ടുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ അതാണോ ചർച്ചയ്ക്ക് എടുക്കുക, അല്ലെങ്കിൽ പുതിയൊരു പ്രോജക്റ്റ് തന്നെ കൊണ്ടുവരികയാണോ ചെയ്യാമെന്ന് നമുക്കറിയില്ല. പക്ഷേ കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് ഇത് സംഭവിച്ച അവസാനം നടന്ന ഒരു അനീതിയുണ്ട്. അതായത് ഇത് റദ്ദാക്കി, ഈ പ്രോജക്റ്റ് ഉപേക്ഷിച്ചു. പക്ഷെ അപ്പോഴും ഇതിൻ്റെ വിജ്ഞാപനം റദ്ദ് ചെയ്തിരുന്നില്ല. ഈ വിജ്ഞാപനം റദ്ദ് ചെയ്യാതിരുന്നതുകൊണ്ട് ഈ മഞ്ഞക്കുറ്റിയിട്ട സ്ഥലങ്ങളിലുള്ള ആളുകളുടെ ജീവിതം തന്നെ ഭയങ്കര പ്രയാസകരമായി. കാരണം അവർക്ക് ആ ഭൂമി പണയം വയ്ക്കാനോ വിൽക്കാനോ ഒന്നും തന്നെ കഴിയാത്ത സാഹചര്യമായി പോയി. അതാണ് ഏറ്റവും വലിയൊരു ദുരന്തത്തിലേക്ക് പോയിരുന്നത്. അതിനുള്ള ഒരു അറുതി, വളരെ കേവലം ഒരു ഉത്തരവിലൂടെ ചെയ്യാവുന്ന ഒരു കാര്യം എന്തുകൊണ്ടാണ് സർക്കാർ അത് ചെയ്യാതിരുന്നതെന്ന് നമുക്കറിയില്ല. വെറുതെ ഈഗോ പ്രശ്നമായിരുന്നോ എന്നുള്ളത് നമുക്കറിയില്ല. അതാണിപ്പോൾ ചെയ്തത്. ഇത് അത്രമാത്രമേ ഉള്ളൂ. വളരെ ടെക്നിക്കലി ക്ലോസിംഗ് ദ ചാപ്റ്റർ, പ്രൊവൈഡിങ് ഇവർക്ക് അതിനുള്ള എല്ലാ അവരുടെ ആ ബാധ്യതകൾ മുഴുവൻ ഒഴിവാക്കി കൊടുത്തുകൊണ്ടുള്ള ഒരു സംഗതിയിലേക്ക് പോകുന്നു. നിയമക്കുരുക്കുകളൊക്കെ അഴിച്ചു കൊടുക്കുന്നു. ഇതാണ് ഇതിനകത്ത് സംഭവിച്ചിട്ടുള്ളത്. ഇനി പുതിയ സംഗതികൾ ആലോചിക്കട്ടെ. ഇതിപ്പോൾ ഈ സിൽവർ ലൈൻ പദ്ധതി റദ്ദാക്കിയതിന് പല കാരണങ്ങളുണ്ട്. അപ്പോൾ അതിലിപ്പോൾ ഈ സമരക്കാർ ഉന്നയിച്ച അല്ലെങ്കിൽ അവർ ആശങ്കപ്പെടുന്ന ഒരുപാട് കാര്യങ്ങളുണ്ടായിരുന്നു. അപ്പം
1300ഓളം ഹെക്ടർ ഭൂമിയാണ് ഇതിനു വേണ്ടി ഏറ്റെടുക്കുമെന്ന് പറഞ്ഞിരുന്നത്. 20,000 കുടുംബങ്ങളെ ഇത് ബാധിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം അത് കേരളത്തെ സംബന്ധിച്ചുള്ള ഒരു കേരളത്തെ പോലുള്ള ഒരു സംസ്ഥാനത്ത്, ഇത്രയും ജനസാന്ദ്രതയുള്ള സംസ്ഥാനത്ത് അത്തരമൊരു പദ്ധതി പ്രായോഗികമല്ല എന്നുള്ളതായിരുന്നു ഇവരുടെ വാദം. ആ വാദത്തെ അംഗീകരിച്ചുകൊണ്ടാണ് UDF ആ സമരത്തെ പിന്തുണയ്ക്കുകയും ഇപ്പോൾ ഏറ്റവും ഒടുവിൽ വിജ്ഞാപനം നടത്തുന്നത്. പക്ഷേ നമ്മുടെ വലിയ പദ്ധതികൾ വരുമ്പോൾ ഉണ്ടാകുന്ന കേരളത്തിൻ്റെ ഒരു പൊതു മനസ്സിനെ കൂടി നമ്മൾ കണക്കാക്കണം. നേരത്തെ അജിംസ് സൂചിപ്പിച്ച എക്സ്പ്രസ് ഹൈവേ കേരളത്തിൽ അന്ന് നടപ്പാക്കുമെന്ന് പറഞ്ഞ അന്ന് മുതൽ എന്തൊരു പ്രക്ഷോഭമാണ് കേരളത്തിലുണ്ടായത്. പക്ഷേ പിന്നീട് ഈ ദേശീയപാതയുടെ വീതി കൂട്ടുന്ന സമയത്ത് എന്ത് പറഞ്ഞു? അന്ന് സമരം നടത്തിയ ഡോക്ടർ ആസാദ് അടക്കമുള്ള ആളുകൾ പറഞ്ഞു, അന്ന് ഞങ്ങൾ എക്സ്പ്രസ് ഹൈവേക്ക് എതിരെ സമരം നടത്തിയ തെറ്റായിപ്പോയി എന്ന് അദ്ദേഹം പറഞ്ഞു. അല്ല, അതിലൊരു ഒറ്റ കാര്യം ഞാൻ റിജോയിൻഡർ പറഞ്ഞോട്ടെ. അതായത് അക്കാലത്ത് ഇല്ലാത്തൊരു നിയമം പിന്നീട് പുനരധിവാസവുമായിട്ട് ബന്ധപ്പെട്ട് പിന്നീട് വന്നല്ലോ. എക്സ്പ്രസ് ഹൈവേ പുനരധിവാസത്തിന്റെ കാര്യത്തിൽ മാത്രമായിരുന്നില്ല അവരുടെ പ്രശ്നം. ഈ പറയുന്ന പോലെ കേരളം രണ്ടായി, ഇയാളുടെ ബാലേട്ടൻ്റെ പശുവിനെ കെട്ടാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ടുള്ള പ്രശ്നമുണ്ടല്ലോ. അങ്ങനെ കേരളത്തെ രണ്ടായി പകുത്തു മാറ്റുന്നു, അത് വല്ലാത്തൊരു സാമൂഹികമായ അകൽച്ച കേരളത്തിൽ ഉണ്ടാക്കും എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കുറേ വാദങ്ങളുണ്ടായിരുന്നു അതിൻ്റെ ഭാഗം. അപ്പോൾ പിന്നീടാണ് പറഞ്ഞത് ചിലപ്പം എക്സ്പ്രസ് ഹൈവേ എന്ന് വിഭാവനം ചെയ്തിരുന്നത് എങ്ങനെയായിരുന്നു? ഒരു റോഡ് മാത്രമായിരുന്നില്ല. അതിലൂടെ തന്നെയാണ് ഗെയിലിൻ്റെ പൈപ്പ് ലൈൻ പോകേണ്ടത്, അതിലൂടെയാണ് പിന്നെ ജലഗതാഗതം അങ്ങനെ പല റെയിൽവേ ലൈൻ പോകുന്നത്. അങ്ങനെ ഒരു വലിയൊരു പദ്ധതിയായിരുന്നു അത്. പിന്നീട് എന്തുണ്ടായി? അതിനുശേഷം എന്തുണ്ടായി? ഇപ്പോൾ ദേശീയപാതക്കായി നമുക്ക് 60 മീറ്റർ വേറെ എടുക്കേണ്ടി വന്നു, ഗെയിൽ പൈപ്പ് ലൈനിന് വേറെ സ്ഥലം എടുക്കേണ്ടി വന്നു. അപ്പോഴാണ് ഈ ഡോക്ടർ ആസാദ് അടക്കമുള്ള ആളുകൾ പറഞ്ഞത്, ഇത് നമ്മൾ എതിർത്ത് തെറ്റായിപ്പോയി, അന്നത്തെ പദ്ധതിയെ ഒന്ന് മാറ്റി അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു മാറ്റങ്ങൾ വരുത്തിക്കൊണ്ട് നടപ്പിലാക്കിയായിരുന്നു വേണ്ടിയെന്ന് പറയുന്നത്. കാരണം അപ്പോൾ നമ്മുടെ ഒരു പൊതുവാണ്. അപ്പോൾ അന്ന് എക്സ്പ്രസ് ഹൈവേ അത് ഇല്ലാതായിപ്പോയി. പിന്നീട് ഗെയിൽ പൈപ്പ് ലൈൻ വന്നു. ഞാൻ ആ ഒരുപാട് സമരങ്ങൾ പോയി റിപ്പോർട്ട് ചെയ്ത അന്ന് എന്താ പറഞ്ഞത്? ഇത് വാതക ബോംബാണെന്നാണ് പറഞ്ഞത്. CPM അടക്കമുള്ളവർ സമരരംഗത്തുണ്ടായിരുന്നു. വാതക ബോംബാണെന്ന് പറഞ്ഞു. CNG എന്ന് പറയുന്ന ഗ്യാസ് ഒരിക്കലും LPG ഗ്യാസിനോളം അപകടകാരിയേ അല്ല. അത് അത്തരത്തിൽ അപകടം ഉണ്ടാക്കുന്ന ഒരു വാതകമല്ല. പക്ഷേ അപ്പോഴും വാതക ബോംബ് എന്ന് പറഞ്ഞുകൊണ്ട് ജനങ്ങളെ പേടിപ്പിച്ചിട്ടായിരുന്നു ആ സമരത്തിൽ. പിന്നെ എന്തുണ്ടായി? ആളുകൾ എല്ലാവരും സ്ഥലം കൊടുത്തു, ആവശ്യത്തിന് പണം അവർക്കൊക്കെ കിട്ടി. അവർ ദേശീയപാതയുടെ കാര്യം എന്താ? ഈ നമ്മുടെ ദേശീയപാത ഗേറ്റുകളിലൊക്കെ വീടുകളിലെ ഗേറ്റുകളിലൊക്കെ എഴുതി വെച്ചിട്ടുണ്ടല്ലോ, ചുങ്കപ്പാതയ്ക്ക് വേണ്ടി സ്ഥലമെടുക്കാൻ ഇങ്ങോട്ട് കയറി വരരുത് എന്നുള്ള മഞ്ഞ കളറുള്ള, അതൊരു മഞ്ഞ കളറാണ്, മഞ്ഞ കളറുള്ള ബോർഡ് എല്ലാവരും വെച്ചിരുന്നു. പക്ഷേ എന്തുണ്ടായി? ഇപ്പം റോഡിന് സാറ് പറഞ്ഞ പോലെ പുനരധിവാസ പദ്ധതിക്ക് ഇത്രയും പണം കൊടുക്കുന്നത് കൊണ്ട് ഇപ്പോൾ റോഡിന് സ്ഥലം കൊടുക്കാൻ വേണ്ടി ആൾക്കാർ തയ്യാറാണ്. ഇപ്പോൾ ഗ്രീൻ ഹൈവേ വരാൻ പോകുന്നുണ്ടല്ലോ, ഗ്രീൻ ഹൈവേക്ക് വേണ്ടി ആളുകൾ സ്ഥലം കൊടുക്കുക, എൻ്റെ സ്ഥലത്തൂടെ റോഡ് പോട്ടെ എന്നാണല്ലോ ഇപ്പോൾ ആൾക്കാർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ കാലത്ത് ഈ പദ്ധതികൾക്ക് വേണ്ടി ആളുകൾ ഇത് കൊടുക്കാൻ തയ്യാറാണ്. പക്ഷേ സിൽവർ ലൈനിൻ്റെ കാര്യത്തിൽ ഒരു വ്യക്തത സർക്കാരിൻ്റെ ഭാഗത്തുണ്ടായിരുന്നില്ല. വലിയ ഭയപ്പാടായിരുന്നു ആളുകളുടെ മനസ്സിലുണ്ടായിരുന്നത്. അല്ല, അതിന്റെ ഒരു പ്രൊസീജിയറൽ സംഗതി കണ്ടിട്ട് തന്നെ നമുക്ക് മൊത്തം അബദ്ധം. കാരണം റിവേഴ്സ് ഓർഡറിലേക്ക് DPR വന്നത് പിന്നെയാണ്, അതിനു മുമ്പേ മഞ്ഞക്കുറ്റികൾ വരുന്ന ആ ഒരു ഭയപ്പാട് ജനങ്ങൾക്ക് വല്ലാതെ. ആ ഭയപ്പാട് മാറ്റാൻ സർക്കാരിന് കഴിഞ്ഞിട്ടേ ഇല്ല. അതുകൊണ്ട് സ്വാഭാവികമായും ഈ സമരം ഇത്ര 1400 ദിവസങ്ങളോളം സമരം നടന്നില്ലേ, ചങ്ങനാശ്ശേരിയിലും ഇവിടെയൊക്കെ സമരം നടന്നില്ലേ. അപ്പോൾ ആളുകൾ ആ സമരത്തിൻ്റെ കൂടെ അവിടെ തന്നെ ഇരിക്കാനുള്ള കാരണം എന്താണ്? ആ ഭയപ്പാടാണ്. ആ ഭയപ്പാട് മാറ്റാൻ സർക്കാരിന് കഴിഞ്ഞിട്ടില്ല. പിന്നെ എങ്ങനെയാണ് ഈ പദ്ധതി നടപ്പിലാക്കാൻ സാധിക്കുക? പക്ഷേ ഇതോടൊപ്പം തന്നെ പറയേണ്ട ഒരു കാര്യം, ഞാൻ നേരത്തെ പറഞ്ഞതിലേക്ക് വീണ്ടും വരികയാണ്. നമുക്ക് ഒരു അതിവേഗ പാത വേണ്ടതുണ്ടല്ലോ. അതിവേഗ പാത നമുക്ക് വേണം. ഇപ്പം ഇന്നിപ്പോൾ UDF പറഞ്ഞു, അല്ലെങ്കിൽ മുഖ്യമന്ത്രി പറഞ്ഞു, നമ്മൾ അതിവേഗ പാതയ്ക്കെതിരല്ല. അപ്പം കാലങ്ങൾ കഴിഞ്ഞാൽ നമുക്ക് ഈ പാത എന്തുകൊണ്ട് ഉണ്ടായില്ല എന്ന് നമ്മൾ ചോദിക്കും. അതുകൊണ്ട് അതിവേഗ പാത, കാരണം ഒരുപാട് പാതകൾ ഇപ്പം ഈ മുംബൈ ഹൈദരാബാദ് ബുള്ളറ്റ് ട്രെയിനിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഡൽഹി വാരണാസി, ചെന്നൈ മൈസൂരു, ഹൈദരാബാദ് ബംഗളൂരു തുടങ്ങിയ പാതകളുടെ ഒക്കെ ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഒരു ഘട്ടത്തിൽ നമുക്കും ഒരു പാത വേണ്ടേ എന്ന്, അതുകൊണ്ട് നമുക്കൊരു പാത വേണമെന്നല്ല, ഒരു കാലത്ത് നമുക്ക് ആ പാത വേണ്ടി വരും. അപ്പോൾ അത് നമ്മൾ ഉപേക്ഷിക്കുകയല്ല വേണ്ടത്. പരമാവധി സ്ഥലമേറ്റെടുപ്പ് കുറച്ച് പരമാവധി ആളുകളെ ദ്രോഹിക്കാതെ പദ്ധതി നടപ്പിലാക്കാൻ കഴിയുമോ എന്നുള്ള ചിന്തയാണ് വേണ്ടത്. അപ്പോഴും ഈ ശ്രീധരൻ ഒരു പദ്ധതിയുമായി മുന്നോട്ട് വന്നിരുന്നു. ആ പദ്ധതി എവിടെ പോയി എന്നുള്ളത് കൗതുകകരമായ ചോദ്യമാണ്. യെസ്. അപ്പോൾ വാക്കുപാലത്തിന്റെ പരിഗണനയിൽ ഉണ്ടെന്നാണ് എൻ്റെ ഒരു തോന്നൽ, എനിക്ക് വ്യക്തമായ ഓർമ്മയില്ല. അപ്പോൾ വാക്കുപാലിച്ചതൊക്കെ, ഒപ്പം ഈ ഭൂവുടമകളുടെ ആശങ്കകളും പ്രയാസങ്ങളും ഒക്കെ പെട്ടെന്ന് നീക്കിയതും ഒക്കെ. പക്ഷേ ഒരു സമാനമായ ബദൽ പാത അനിവാര്യമാണ്. അതെങ്ങനെ ഇപ്പോഴത്തെ പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട് തന്നെ കൊണ്ടുവരാൻ VD സതീശൻ സർക്കാരിന് കഴിയുമെന്ന് കാത്തിരുന്നു. LDF സർക്കാർ വീണതോടെ ഡൽഹിയിലുള്ള KB തോമസ് മാഷ് ഇനി എന്ത് ചെയ്യും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. LDF സർക്കാരിൻ്റെ ഡൽഹിയിലെ പ്രത്യേക പ്രതിനിധിയായിരുന്നു അദ്ദേഹം. കോൺഗ്രസിൽ നിന്ന് പുറത്തു പോയതിനു ശേഷം അദ്ദേഹത്തിന് ഡൽഹിയിൽ തന്നെ തുടരാൻ കിട്ടിയൊരു അവസരമായിരുന്നു അത്. ഇനിയിപ്പോൾ എന്താണ് തോമസ് മാഷിന് മുന്നിലുള്ള വഴി? അദ്ദേഹം BJP നേതാക്കളോടക്കം കൂടിക്കാഴ്ച നടത്തുന്നുണ്ട്. എന്തായിരിക്കും ഉദ്ദേശം? BJPയിലേക്ക് പോകാൻ എത്ര കണ്ട് സാധ്യതയുണ്ട്? അവിടെ എത്ര വലിയ സാധ്യതയുണ്ട് അദ്ദേഹത്തിന് എന്നുകൂടി സംസാരിക്കുകയാണ്. അജിംസ്, KB തോമസിന്റെ നീക്കങ്ങൾ കണ്ട് എന്ത് തോന്നുന്നു?
കെ തോമസ് ബി ജെ പിയിലേക്ക് പോയാൽ അത്ഭുതപ്പെടാനില്ല എന്നാണ് എൻ്റെ അഭിപ്രായം. കാരണം അദ്ദേഹത്തിൻ്റെ ഒരു രാഷ്ട്രീയ ലൈൻ അങ്ങനെയാണ്. സ്ഥാനങ്ങൾ വേണം, സ്ഥാനങ്ങൾ കിട്ടിക്കൊണ്ടേയിരിക്കണം, മത്സരിക്കണം, മത്സരിച്ച് ജയിക്കണം, മന്ത്രിയാവണം, MP ആവണം, MLA ആവണം, ഇതൊക്കെ അദ്ദേഹത്തിൻ്റെ ആഗ്രഹങ്ങളാണ്. 2022 അദ്ദേഹം പാർട്ടിയിൽ നിന്ന് അകലാനുള്ള പ്രധാനപ്പെട്ട കാരണം തൃക്കാക്കരയിൽ 2019 സീറ്റ് കൊടുത്തില്ല. 2022 തൃക്കാക്കര ഉപതെരഞ്ഞെടുപ്പിൻ്റെ സമയത്ത് LDF സ്ഥാനാർത്ഥിയുടെ കൺവെൻഷനിൽ പോയി. അവിടെ അദ്ദേഹത്തെ പാർട്ടി പുറത്താക്കുകയാണ് ചെയ്തത്. ഇപ്പോൾ CPM അദ്ദേഹത്തെ അക്കോമഡേറ്റ് ചെയ്തുകൊണ്ട് CPM പ്രത്യേകിച്ച് എന്തെങ്കിലും പ്രയോജനം ഉണ്ടായിട്ടുണ്ടോ? ഇല്ല. രാഷ്ട്രീയമായി LDF-നോ CPM-നോ ഒരു പ്രയോജനവും കെ വി തോമസിനെ അക്കോമഡേറ്റ് ചെയ്തുകൊണ്ടായിട്ടില്ല. അദ്ദേഹത്തിൻ്റെ കോൺസ്റ്റിറ്റ്യുവൻസിയിൽ ഈ തവണ തോക്കുകയാണ് ചെയ്തത്, കൊച്ചി മണ്ഡലത്തിൽ തോക്കുകയാണ് ചെയ്തത്. ഏതെങ്കിലും തരത്തിൽ ലത്തീൻ സമുദായത്തെ അടുപ്പിക്കാൻ പോലും കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് ആ ഒരു തീരുമാനമുണ്ട്. ഉദാഹരണത്തിന് വിഴിഞ്ഞം പ്രശ്നത്തിൽ ലത്തീൻ സഭ LDF-നെതിരായിരുന്നു, ഓക്കി സമയത്തും സഭ എതിരായിരുന്നു. അപ്പോൾ കെ വി തോമസിൻ്റെ വരവുകൊണ്ട് പ്രത്യേകിച്ച് LDF-ന് ഗുണമുണ്ടായിട്ടില്ല. രാഷ്ട്രീയമായി അദ്ദേഹത്തെ ഡിഫെൻഡ് ചെയ്യേണ്ട അധിക ബാധ്യത കൂടി CPM-ന് കിട്ടിയെന്നല്ലാതെ പിന്നെ കുറേ പൈസ അദ്ദേഹത്തിന് വേണ്ടി ചെലവഴിച്ചു. ഡൽഹിയിൽ വയനാട് മുണ്ടക്കൈ ദുരന്തം ഉണ്ടായപ്പോൾ കേരളത്തിൻ്റെ പ്രത്യേക പ്രതിനിധി എന്ന നിലയിൽ എന്ത് ഇപ്പോൾ അദ്ദേഹം പറയുന്നത്, ഞാൻ മുമ്പും BJP നേതാക്കളായിട്ട് സംസാരിക്കാറുണ്ട്, നിർമ്മലാ സീതാരാമനുമായിട്ട് അദ്ദേഹം ഇപ്പോൾ സംസാരിക്കുന്നു പറയുന്നു. നിർമ്മലാ സീതാരാമനുമായുള്ള ബന്ധം എന്തുകൊണ്ട് വയനാട് പാക്കേജിൻ്റെ കാര്യത്തിൽ അദ്ദേഹത്തിന് ചെയ്യാൻ കഴിഞ്ഞില്ല? അപ്പോൾ ഏൽപ്പിച്ച പണി അദ്ദേഹം വൃത്തിയായിട്ട് ചെയ്തിട്ടില്ല എന്ന് CPM-ന് നല്ല ഉറപ്പുണ്ട്. അപ്പോൾ ഈ സ്ഥാനം രാജിവെച്ച കെ വി തോമസ് CPM-ന് അധികപ്പറ്റാണ് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ. അത് കെ വി തോമസ് നന്നായിട്ട് അറിയാം. കെ വി തോമസിന് ഇനി അടുത്ത രാവണം തേടി പോകും എന്നുള്ളതായിട്ട് ഉറപ്പാണ്. പക്ഷേ അങ്ങോട്ട് പോകുന്നതിന് മുമ്പ് അദ്ദേഹത്തിൻ്റെ ഒരു പുസ്തകം ഇറങ്ങിയിരുന്നു കഴിഞ്ഞ ദിവസം. അപ്പോൾ ആ പുസ്തകം പ്രകാശനം നടത്താൻ ഇറങ്ങിയില്ല. അത് നാളെ പക്ഷേ ആ പുസ്തകത്തിലെ കണ്ടന്റ് പുറത്തു വന്നിരുന്നു. ആ കണ്ടന്റിൽ വളരെ പ്രധാനപ്പെട്ട ഒരു വിവാദ വിഷയമുണ്ട്. 2001 തെരഞ്ഞെടുപ്പിൽ പത്മജിക്ക് സീറ്റ് കൊടുക്കാൻ വേണ്ടി കരുണാകരൻ വാശി പിടിച്ചതാണ് സോണിയാഗാന്ധിയും കരുണാകരനും തമ്മിൽ അകലാൻ കാരണം എന്ന് പറഞ്ഞിട്ടൊരു പരാമർശം അതിലുണ്ട്. അപ്പോൾ അതിനെതിരെ പത്മജ പൊട്ടിത്തെറിച്ചിട്ടുണ്ട്. അപ്പോൾ BJP-യിലേക്ക് എന്നാൽ BJP-ക്ക് രസമായി. അവിടെ പത്മജയും കെ വി തോമസുമുള്ള ഒരു യുദ്ധമുഖം തുറക്കുന്നതായിരിക്കും ഫലം. ഞാനും പറയാൻ വിചാരിച്ച പോയത് അത് തന്നെയായിരുന്നു. ചെങ്കോട്ടയിൽ നിന്ന് കുമ്പളങ്ങിയിൽ നിന്ന് ചെങ്കോട്ടയിലേക്ക് എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിൻ്റെ പേര്. ഇനി ചെങ്കോട്ടയിൽ നിന്ന് എങ്ങോട്ട് എന്നുള്ളതാണ് ഇനി അടുത്ത പുസ്തകം എഴുതേണ്ടി വരിക. അദ്ദേഹത്തിന് 80 വയസ്സ് കഴിഞ്ഞിട്ടുണ്ട് അല്ലേ? 80 വയസ്സ് കഴിഞ്ഞിട്ട് ഇത്രയും ആക്റ്റീവായിട്ട് നിൽക്കാൻ അദ്ദേഹത്തിന് പറ്റുമെന്നുള്ള അദ്ദേഹത്തിൻ്റെ ഒരു കഴിവാട്ടോ, അതിൽ തർക്കമൊന്നുമില്ല. പക്ഷേ ഈ രാഷ്ട്രീയത്തിൽ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു പ്രായമായി കഴിഞ്ഞാൽ എന്തെങ്കിലും സ്ഥാനങ്ങളിൽ നിന്നിട്ടില്ലെങ്കിൽ വല്ലാതെ പെട്ടെന്ന് ഡൗൺ ആയി പോകും. എന്തെങ്കിലും സ്ഥാനം ഇവരൊക്കെ എപ്പോഴും ആഗ്രഹിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് പലപ്പോഴും മെന്റലി ഫിസിക്കലി ഫിസിക്കലി ഡൗൺ ആയി പോകും. അപ്പം പലപ്പോഴും ഒരു ബിജുമേനം പറഞ്ഞത് അതാണ് ഖദറിന്റെ വില, കിട്ടിക്കൊണ്ടേയിരിക്കും. അപ്പോൾ പലപ്പോഴും അങ്ങനെ നമ്മളിപ്പോൾ VS ആണെങ്കിലും കരുണാകരനാണെങ്കിലും അവരൊക്കെ ഒരു സ്ഥാനത്ത് നിൽക്കുമ്പം വളരെ ആക്റ്റീവായിട്ട് നമ്മളെ സമൂഹത്തിൽ ഉണ്ടാവും. അപ്പോൾ അങ്ങനെ തന്നെ ആയിരിക്കും തോമസ് മാഷ് ഉദ്ദേശിക്കുന്നുണ്ടാവുക. പക്ഷേ അദ്ദേഹം ഏത് തോണിയിലാണ് കാല് വെക്കേണ്ടത് എന്ന് ഇപ്പോഴും തീരുമാനിച്ചിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം അദ്ദേഹം ഇന്ന് നൽകിയ ബൈറ്റിൽ പറയുന്നുണ്ട്, സതീശൻ നല്ല മിടുക്കനാണ്, പിന്നെ കോൺഗ്രസുമായിട്ടുള്ള പലരുമായിട്ട് ഞാൻ ഇപ്പോഴും ബന്ധപ്പെടുന്നുണ്ട്, ആ ബന്ധം പൂർണ്ണമായിട്ട് വിച്ഛേദിച്ചിട്ടില്ല എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അവിടെ വെക്കണോ ഇവിടെ വെക്കണോ എന്നുള്ള വലിയ കൺഫ്യൂഷൻ അദ്ദേഹത്തിന് ഉണ്ട്. പിന്നെ ഈ പറഞ്ഞ പോലെ ഈ പുസ്തകം എഴുതിയതിൻ്റെ ഭാഗമായിട്ട് അദ്ദേഹത്തിന് ഒരുപക്ഷെ പത്മജ അവിടുന്ന് വല്ലാതെ എതിർക്കാനുള്ള സാധ്യത. കാരണം ഈ പുസ്തകത്തിൽ അദ്ദേഹം സോണിയാഗാന്ധിയുമായുള്ള കരുണാകരൻ്റെ ബന്ധത്തെക്കുറിച്ച് പറയുന്നത്, പത്മജയെ മത്സരിപ്പിക്കാൻ വേണ്ടി സോണിയാഗാന്ധിയുടെ പേരിൽ മത്സരിപ്പിക്കാൻ വേണ്ടി സോണിയാഗാന്ധിയുടെ അക്കൗണ്ടിൽ മത്സരിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് കരുണാകരൻ ശ്രമിച്ചത്. അത് സോണിയാഗാന്ധിക്ക് ഇഷ്ടപ്പെട്ടില്ല. പിന്നെ PV നരസിംഹറാവുവിനെ പ്രധാനമന്ത്രി ആയതിനു ശേഷവും അദ്ദേഹം PV എന്ന് വിളിച്ചു, PM എന്ന് വിളിച്ചില്ല എന്ന് പറഞ്ഞുള്ള പരാതിയുണ്ട്. അതേപോലെ K മുരളീധരനെ KPCC പ്രസിഡന്റ് ആക്കിയതും സോണിയാഗാന്ധിക്ക് ഇഷ്ടമായില്ല. അങ്ങനെ കരുണാകരനുമായിട്ട് സോണിയാഗാന്ധി ആക്കുന്നതിൻ്റെ കുറേ കാരണങ്ങൾ പറയുന്നുണ്ട്. അപ്പം ഇതെല്ലാം പത്മജയെ നന്നായി ചൊടിപ്പിക്കുകയും അദ്ദേഹം മനസാക്ഷി ഇല്ലാത്ത ആളാണ്, കരുണാകരനെക്കുറിച്ച് സംസാരിക്കാൻ അദ്ദേഹത്തിന് ഒരു അർഹതയും ഇല്ല എന്നൊക്കെ പത്മജ പ്രയോഗിച്ചാൽ ഞാൻ പഴയ കാര്യങ്ങൾ വിളിച്ചു പറയും, ഇനി കുറേ കഥകൾ എൻ്റെ കയ്യിലുണ്ട്, ഞാൻ പറയുന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പം അങ്ങനെയുള്ള ഒരാൾ പിന്നെ BJP-യിലേക്ക് പോയി കഴിഞ്ഞാൽ ഒന്നുകിൽ പത്മജ അവിടുന്ന് പോവും, അല്ലെങ്കിൽ അവിടെ അടിപിടി നായാട്ട് ഉണ്ടാവും എന്നുള്ള കാര്യത്തിൽ തർക്കം. ഇതില് ഇപ്പോൾ ഇത്ര ആയില്ലേ? അപ്പോൾ എനിക്ക് തോന്നുന്നുണ്ട് അദ്ദേഹം പുസ്തകങ്ങളൊക്കെ എഴുതുന്ന ഒരാളല്ലേ, എന്നാൽ പിന്നെ ആ രംഗത്ത് മാത്രം നിന്നാൽ പോരെ. അനുഭവങ്ങളുണ്ടല്ലോ, ഇനി എഴുതാമല്ലോ. അതെ, അദ്ദേഹത്തിന് അതിനുള്ള ഒരു കഴിവ്, മറ്റേ കുമ്പളങ്ങി ആദ്യ പുസ്തകവും നല്ല മനോഹരമായ എഴുത്തായിരുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെ ഞാൻ വായിക്കാൻ കഴിഞ്ഞിട്ടില്ല അതുകൊണ്ട്. പക്ഷേ ഞാൻ വിചാരിക്കുന്നത് അദ്ദേഹത്തിന് അങ്ങനെ എന്തെങ്കിലുമൊക്കെ അദ്ദേഹത്തിൻ്റെ അനുഭവക്കുറിപ്പുകൾ അല്ലെങ്കിൽ മറ്റു തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് ഇവിടെ സാംസ്കാരിക രംഗത്തൊക്കെ അദ്ദേഹത്തിന് വേണമെങ്കിൽ അങ്ങനെയുള്ളൊരു സാധ്യതയൊക്കെ ഉണ്ട്. കൊച്ചിയിലൊക്കെ പ്രത്യേക പ്രതിനിധി ആയതുകൊണ്ട് എൻ്റെ പ്രത്യേക ജീവിതം എന്ന് പറഞ്ഞൊരു പുസ്തകം ഏതാ അല്ല, അദ്ദേഹം ആ നിലയ്ക്ക് എന്തെങ്കിലും ചെയ്യാം. പിന്നെ BJP-യിൽ പോവുക എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് ഇത്രയും കാലത്തെ എന്തെങ്കിലും നല്ലതായി ചെയ്തിട്ടുണ്ട് എന്ന് നമ്മൾ കാണുന്നുണ്ട്. അതുപോലെ റദ്ദാക്കപ്പെടുന്ന ഒരു അവസ്ഥയായിരിക്കും ഉണ്ടാവുക. കേരളത്തെക്കുറിച്ച് അദ്ദേഹത്തിന് ഇത്രയും കാലമായിട്ട് പോലും മനസ്സിലായില്ലെങ്കിൽ അത് കഷ്ടമാണ്. അപ്പോൾ BJP-യുടെ അവസ്ഥ അനുസരിച്ച് എന്തെങ്കിലും ഒരു സാധ്യതകളില്ലാത്ത ആളുകളെ അങ്ങനെ ഉപയോഗിക്കാറില്ല BJP. KV തോമസിൽ എന്തെങ്കിലും സാധ്യതകൾ BJP ഈ അവസ്ഥയിൽ കാണുന്നുണ്ടോ? അങ്ങനെ പറയരുത്. കേരളത്തിൽ നിന്ന് BJP-യിലേക്ക് പോയ കോൺഗ്രസ് നേതാക്കളുടെ ഇപ്പോഴത്തെ അവസ്ഥ എടുത്ത് നോക്ക്.
അവരെന്തെങ്കിലും BJP സംഭാവന ചെയ്തിട്ടാണോ അവർ ഇപ്പോഴും ഉയരങ്ങളിലെത്തിയ ഒരാളെ പേര് ഞാൻ ടോം വടക്കം മുതൽ പറയാം. ടോം വടക്കം മുതൽ അനിൽ ആന്റണി വരെ അതിൽ അൽഫോൺസ് കണ്ണന്താനത്തെ പ്രത്യേകം പരാമർശിക്കുന്നു. ശരി. പശ്ചിമ ബംഗാൾ ആദ്യമായി കയ്യിൽ വന്ന BJP എന്തൊക്കെയാണ് ചെയ്തു കൂട്ടുന്നതെന്നാണ് ചോദ്യം. സംവരണത്തിലാണ് ആദ്യം കൈവച്ചിരിക്കുന്നത്. ഒപ്പം ബലിപെരുന്നാൾ അടുക്കവേ കശാപ്പിലും കാര്യമായ നിയന്ത്രണങ്ങൾ കൊണ്ടുവരികയാണ്. സാർ, എന്താണ് ബംഗാളിൽ സംഭവിക്കുന്നത്? അല്ല, കഴിഞ്ഞ ദിവസവും നമ്മളത് ആ വിഷയം എനിക്ക് തോന്നുന്നു ഫൈനൽ ആർഗ്യുമെന്റിൽ തന്നെ നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ട്. പല വിധത്തിലുള്ള നടപടികൾ എടുത്തുകൊണ്ടിരിക്കുകയാണ് പുതിയ അവിടുത്തെ സുവേന്ദു അധികാരി സർക്കാർ. നമ്മൾ പ്രതീക്ഷിച്ചതാണ് പലതും. കാരണം എന്ന് വെച്ചാൽ BJP അധികാരം കിട്ടിയാൽ അവിടുത്തെ ഒരു മൊത്തം അന്തരീക്ഷം മാറ്റിമറിക്കുന്ന നടപടികളിലേക്ക് പോകുമെന്ന് ഉറപ്പായിരുന്നു. അതിൽ വളരെ പ്രധാനപ്പെട്ടതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു. ഒന്ന്, SIRലെ പേരില്ലാത്ത ആളുകളെ അവർക്ക് അവരുടെ പൗരത്വം തന്നെ നഷ്ടപ്പെടുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ, അവർക്കുള്ള ആനുകൂല്യങ്ങൾ നിഷേധിക്കുന്നു. അതുപോലുള്ള സംഗതികളിലേക്ക് പോവുകയാണ്. രണ്ടാമത്തെ കാര്യമാണ് ഇപ്പോൾ പറഞ്ഞ സംവരണം എന്ന് പറയുന്നത്. സംവരണം എടുത്തു കളയുക എന്നൊരു പരിപാടിയിലേക്കല്ല, അല്ല, അത് സാധ്യമല്ലല്ലോ. ഭരണഘടനാപരമായി നമുക്കുള്ള സംവരണം ആർക്കും നിഷേധിക്കാൻ കഴിയില്ല. പക്ഷേ സംവരണത്തിന് വേണ്ടി നൽകിയ ജാതി സർട്ടിഫിക്കറ്റുകൾ, മമതയുടെ കാലത്ത് നൽകിയ ജാതി സർട്ടിഫിക്കറ്റുകൾ പുനഃപരിശോധിക്കും എന്നുള്ളതാണ്. അങ്ങനെ പുനഃപരിശോധിക്കുന്നതിൻ്റെ ഉദ്ദേശ്യം അതിൽ പലതും ഫേക്കായിട്ടുള്ളതാണ് എന്ന് പറയുന്ന ഒരു ഭാഗമുണ്ട്. ചിലപ്പോൾ അതിൽ വസ്തുതയുണ്ടാകാം, ചിലപ്പോൾ അങ്ങനെ സംഭവിച്ചിട്ടുണ്ടാകും. പക്ഷേ മുഖ്യ ലക്ഷ്യമെന്ന് പറയുന്നത് ഇതിൽ ഉള്ള ആളുകളെ ചുരുക്കി കൊണ്ടുവരിക എന്നുള്ളത് തന്നെയാണ്. അതിൽ മുഖ്യമായിട്ടും കണ്ടത് എന്താ വെച്ചാൽ SIRൽ പേരുള്ള, അവിടെയും അതാണ് ഒരു മാനദണ്ഡം ആക്കാൻ പോകുന്നത്. SIRൽ പേരുള്ള ആളുകൾക്ക് ജാതി സർട്ടിഫിക്കറ്റ് ഇനിയില്ല, പേരില്ലാത്ത ആളുകൾക്ക്. അതായത് അതിനെ വീണ്ടും പല ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുകയാണ്. SIR അവിടെ നടപ്പാക്കിയത് തന്നെ ക്രമക്കേടുകളുടെ ഒരു പരമ്പരയിലൂടെയാണ് എന്ന നിലയിലുള്ള ആരോപണങ്ങൾ നിലനിൽക്കുകയാണ്. വസ്തുത കൂടിയാണത്. അപ്പോൾ അത് നിലനിൽക്കെ ആ ലിസ്റ്റ് വെച്ചിട്ട് ആളുകൾക്ക് ജാതി സർട്ടിഫിക്കറ്റ് നൽകില്ല, അതിൽ ഇല്ലാത്ത ആളുകൾക്ക് ജാതി സർട്ടിഫിക്കറ്റ് നൽകില്ല എന്ന തീരുമാനത്തിലേക്ക് പോവുകയാണ്. 95 ലക്ഷത്തോളം ആളുകൾക്കല്ലേ ഇത് നിഷേധിക്കപ്പെട്ടത്, വോട്ടർ ലിസ്റ്റിൽ നിന്ന് പുറത്തു പോയത്. അത്രയും ആളുകൾക്ക് അതിൽ എത്ര പേര് ജാതി സർട്ടിഫിക്കറ്റ് ഈ പിന്നാക്ക വിഭാഗങ്ങളിലും പട്ടികവർഗ വിഭാഗങ്ങളിലും ഉള്ള ആളുകളുണ്ടാവും, അവരെ മുഴുവൻ ഒഴിവാക്കുകയാണ്. ഒന്നത്. രണ്ടാമത്തെ, ഇപ്പോൾ ഈ സ്ലോട്ടറിൻ്റെ കാര്യം പറഞ്ഞല്ലോ. അറവുശാലകൾ ധാരാളമുള്ള ഒരു സംസ്ഥാനമാണല്ലോ. പിന്നെ വലിയ കച്ചവടം നടക്കുന്ന ഒരു സംഗതിയാണ്. അവിടെ ഫാമുകളുണ്ട്, അറവുശാലകളുണ്ട്, ഇപ്പോൾ വലിയ പാൽ സൊസൈറ്റികളുണ്ട്, അതെല്ലാം ഉണ്ട്. അവിടെ കൊണ്ടുവരുന്ന ഒരു നിയമം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 14 വർഷം പ്രായമുള്ള പശുക്കളെ മാത്രമേ ഇനി 14 വർഷം കഴിഞ്ഞ പശുക്കളെ മാത്രമേ ഇനി അറുക്കാൻ കഴിയുള്ളൂ എന്നാണ്. എന്ന് വെച്ചാൽ എന്താണ്, ഈ 14 വർഷം എന്ന് പറയുന്ന വയസ്സ് എങ്ങനെയാണ് തീരുമാനിക്കുന്നത്? ഇപ്പോൾ ധാരാളം പശുക്കളെ 10 പശുക്കളുള്ളൊരു കർഷകനാണെന്ന് വിചാരിച്ചോളൂ. അയാൾക്ക് പാൽ കച്ചവടം കഴിഞ്ഞിട്ട് ഇത് പിന്നെ എന്താണ്, ഇതിൻ്റെ കറവ് പറ്റിക്കഴിഞ്ഞാൽ അതിനെ പിന്നെ ഒന്നും ചെയ്യാൻ കഴിയില്ല. അത് വിൽക്കുക എന്നുള്ളതാണ്, അറക്കാൻ വിൽക്കുക എന്നുള്ളത് തന്നെയാണ്. പക്ഷെ അത് 14 വയസ്സായോ ഇല്ലയോ എന്നുള്ളത് ഇയാൾ എങ്ങനെ തെളിയിക്കും? UP മാതൃകയിൽ പശുവിന് ആധാർ കൊടുത്താൽ അതുപോലെ തന്നെ അതിന് ഒരു സർട്ടിഫിക്കറ്റ് കൊടുക്കണം, അത് ഫിറ്റാണ്, അത് അറക്കാൻ ഫിറ്റാണ് എന്നൊരു സർട്ടിഫിക്കറ്റ് കൊടുക്കണം. ആര് കൊടുക്കും, എങ്ങനെ കൊടുക്കും? അപ്പോൾ അത് ആ ജനങ്ങളെ മുഴുവൻ അതിനെ ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കുന്ന ഒരു വലിയ വിഭാഗം ജനങ്ങളെ മുഴുവൻ പേടിപ്പിച്ചിരിക്കുകയാണിപ്പോൾ. അത് പ്രത്യേകിച്ച് ഇത് ബക്രീദ് ഈ സമയത്താണ് വലിയ കച്ചവടം നടക്കുന്നതെന്ന് നമുക്കറിയാലോ, വൻതോതിലുള്ള കച്ചവടം. അപ്പോൾ ധാരാളം പശുക്കളുള്ള ഫാമുകൾ, അതുപോലെ തന്നെ സ്ലോട്ടർ ഹൗസസ്, അവർക്ക് കച്ചവടം നടക്കാൻ പോകുന്നില്ല, കിട്ടാൻ പോകുന്നില്ല പശുക്കളെ. ആ നിലയ്ക്ക് ഇപ്പം തന്നെ ബീഫിൻ്റെ വില വലിയ തോതിൽ അവിടെ ഉയരുകയും ചെയ്തു, 600 രൂപ വരെ കിലോയ്ക്ക് ആയിട്ടുമുണ്ട്. അപ്പോൾ മൊത്തത്തിൽ അവിടെ എന്താ പറയുക, ഒരു പ്രത്യേക വിഭാഗത്തെ ലക്ഷ്യമിട്ടുള്ള നടപടികൾ തന്നെയാണ് ഈ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ മമതാ ബാനർജിക്കൊപ്പം കാലങ്ങളായി നിന്നിരുന്ന ന്യൂനപക്ഷ വിഭാഗങ്ങൾ തന്നെയാണ് ഈ നയങ്ങൾക്ക് ഇരകളാകുന്നത്. മമതാ ബാനർജിക്ക് എത്രത്തോളം ചെറുത്ത് നിൽപ്പും പോരാട്ടവും പ്രതിരോധവും സാധ്യമാണെന്ന് കാത്തിരുന്നു കാണാം.